السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, വായിച്ചുകൊണ്ടിരിക്കുന്നത് തൗഹീദുമായി ബന്ധപ്പെട്ട അഖീദയുടെ മശായിലുകളുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകൾ ഉൾക്കൊള്ളുന്ന വളരെ മഹത്തായിട്ടുള്ള കിതാബുകളെല്ലാം ക്രോഡീകരിച്ച് കൃത്യമായി അടുക്കും ചിട്ടയും വരുത്തി, അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ പറയുന്ന, അല്ലെങ്കിൽ ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് അഖീദത്തു തൗഹീദ് എന്ന ഈ ഗ്രന്ഥം. അതിൽ ഓരോ ബാബുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഓരോ ബാബിലും ചില ഫസ്ലുകളായിട്ട് ഓരോ കാര്യങ്ങൾ, വ്യത്യസ്ത കാര്യങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട്. ഇതിൽ ഒന്നാമത്തെ ബാബിൽ 2 ഫസ്ലുകളാണ് കഴിഞ്ഞ ദർസിൽ നാം വായിച്ചത്. അതിൽ അഖീദയുടെ പ്രാധാന്യവും അഖീദ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതും പറഞ്ഞു. അഖീദ എന്നുള്ളത് ദീനിന്റെ അടിസ്ഥാനമാണ് എന്നും അമലുകൾ എല്ലാം അഖീദയുടെ അടിസ്ഥാനത്തിൽ, ഒരാളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കപ്പെടുക എന്നുള്ളതും പറഞ്ഞു. അഖീദ തൗഖീഫിയാണ്, അതുപോലെ അത് പഠിക്കേണ്ടത് സ്വഹാബികളും സലഫുസ് സാലിഹീങ്ങളും എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെയാണ് എന്നും പറഞ്ഞു. അടുത്ത ഫസ്ലാണ് വായിക്കുന്നത് അൽ ഫസ്ലു സാലിസു, മൂന്നാമത്തെ ഫസ്ല്. ഫി ബയാനിൽ ഇൻഹിറാഫി അനിൽ അഖീദ വസുബുൽ തവഖീഹ്. അഖീദയിൽ നിന്ന് പിഴച്ചു പോകുന്ന, അല്ലെങ്കിൽ അഖീദയിൽ നിന്ന് പിഴച്ചു പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളും ആ പിഴവ്, ആ വഴികേട് സംഭവിക്കാതിരിക്കാൻ അതിൽ നിന്ന് സംരക്ഷണം നേടേണ്ട മാർഗങ്ങളും. ഇൻഹിറാഫ് അനിൽ അഖീദ എന്ന് പറഞ്ഞാൽ അഖീദയിൽ നിന്നുള്ള പിഴവ്, വഴിതെറ്റിപ്പോവുക എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ വസുബുൽ തവഖീഹ്, ആ വഴികേട് സംഭവിക്കാതിരിക്കാൻ, ആ പിഴക്കൽ സംഭവിക്കാതിരിക്കാൻ സംരക്ഷണം എന്നോണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് പറയുന്നത്. മുഅല്ലിഫ് ഹഫിളഹുല്ലാഹ് സഅീദുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നു, അൽ-ഇൻഹിറാഫു അനിൽ അഖീദത്തി സ്വഹീഹത്തി മഹ്ലകത്തുൻ വദയാഉൻ. ശരിയായ അഖീദയിൽ നിന്ന് പിഴച്ചു പോവുക, തെറ്റിപ്പോവുക എന്നുള്ളത് മഹ്ലകത്തുൻ വദയാഉൻ, നാശവും നഷ്ടവുമാണ്. അഖീദയിൽ നിന്ന് തെറ്റിപ്പോവുക എന്നുള്ളത് ഒരുവന്റെ നാശത്തിന് കാരണമാകുന്നതും അവന് വലിയ നഷ്ടം സംഭവിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. ലിഅന്നൽ അഖീദത്ത സ്വഹീഹത ഹിയ ദാഫിഉൽ ഖവിയ്യു ഇലൽ അമലിൻ നാഫിഅ്. കാരണം ശരിയായ അഖീദ എന്നുള്ളതാണ് ഉപകാരപ്രദമായ കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള ഏറ്റവും വലിയ പ്രചോദനം, അല്ലെങ്കിൽ അതിന് പ്രേരണയേകുന്ന, അതിലേക്ക് എത്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ശരിയായ അഖീദയാണ്. ആ ശരിയായ അഖീദ ഉണ്ടെങ്കിലേ അമലെന്താവുകയുള്ളൂ, നാഫി ആവുകയുള്ളൂ. ഇപ്പോൾ ഒരാൾ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടി അറിവ് നടത്തുന്ന, അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ആ കർമ്മം വേറെ പിഴച്ച വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുണ്ടെങ്കിൽ ആ കർമ്മം എന്താവൂല, നാഫി ആവൂല, അതവന് ഉപകരിക്കാൻ പോകുന്നില്ല. വൽഫർദു ബിലാ അഖീദത്തിൻ സ്വഹീഹത്തിൻ, ഏതൊരാളാവട്ടെ ശരിയായ അഖീദ ഇല്ല, ശരിയായ സലഫുകൾ വിശ്വസിച്ചതുപോലെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വിശ്വാസം ഇല്ലാത്ത ആരാണെങ്കിലും യകൂനു ഫരീസതൻ ലിൽ ഔഹാമി വശുകൂക്ക്, അവനൊരു ഇരയായിത്തീരും. ഫരീസത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇര. ലിൽ ഔഹാമി വശുകൂക്ക്, ഓരോ കബളിപ്പിക്കലിന്റെയും ഓരോ പിഴച്ച ചിന്തകളുടെയും സംശയങ്ങളുടെയും എല്ലാം ഇരയായിത്തീരും. എപ്പോഴും അവന് സംശയങ്ങളായിരിക്കും, എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും, എപ്പോഴും ശരിയായിട്ടുള്ള ഒരു ബോധം ഉണ്ടാവില്ല. അല്ലത്തി റുബ്ബമാ തതറാകമു അലൈഹി, അധികവും അത് അവന്റെ മേലെ ഈ സംശയങ്ങൾ ഒന്ന് കഴിഞ്ഞ് ഒന്നിനു മേലായിട്ട് അവന്റെ മേലെ ധാരാളം അത് നിറയുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഫതഹ്ജുബു അൻഹു റുഅയത സ്വഹീഹത ലിദുറൂബിൽ ഹയാത്തി സഈദ, അങ്ങനെ ആ സംശയങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കൂടുന്നത് മുഖേന അവനുണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗഭാഗ്യം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ജീവിതത്തിന് ഒരു മറയായിക്കൊണ്ട് അവന് തീരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഒരു മറയിടപ്പെടും. അഥവാ ശരിയായ അഖീദയിൽ തെറ്റിക്കഴിഞ്ഞാലുള്ള അവസ്ഥയിൽ ഈ സംശയങ്ങളെല്ലാം സൗഭാഗ്യം നിറഞ്ഞൊരു ജീവിതത്തിന് തടസ്സമായി അവന് തീരും. ഹത്താ തുദീഖ അലൈഹി ഹയാതുഹു, അങ്ങനെ അവന്റെ ജീവിതം അവൻ ഏറ്റവും ഇടുങ്ങിയതായി തീരുന്ന അവസ്ഥയുണ്ടാകും. അതായത് ഒരാൾക്ക് ഏറ്റവും ഹൃദയത്തിന് വിശാലതയേകുന്ന കാര്യം എന്ന് ഉലമാക്കൾ പറയാറുള്ളത് തൗഹീദാണ്.
അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയാണ്. അതിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് പെട്ടു, അള്ളാഹുവിനോടുള്ള ഭയം പെട്ടു, പ്രതീക്ഷ പെട്ടു, ഇഷ്ടം പെട്ടു, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന പെട്ടു. ഈ കാര്യം ഒരാളുടെ കൽബിലുണ്ട് എങ്കിൽ അവനോളം കൽബ് വിശാലമായ ഒരാളുണ്ടാവില്ല. കൽബ് വിശാലമായി ഏറ്റവും സമാധാനം ലഭിക്കുന്ന അവസ്ഥയിൽ മാത്രമേ സന്തോഷം നിറഞ്ഞൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതില്ല. ആ ഒരു അഖീദയിൽ നിന്ന് പിഴച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ആ ജീവിതം ഇടുങ്ങിയതായി തീരും. അങ്ങനെ ഈ ഒരു ഞെരുക്കത്തിൽ നിന്ന് അവന് പുറത്തു കടക്കാൻ വയ്യാതെ, പുറത്തു കടക്കാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ പുറത്തു കടക്കാൻ ഇൻഹാഇ ഹയാത്തിഹി, അവന്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ള അവസ്ഥയ്ക്ക് എത്തും. അതായത് അത്രയും ചിന്തകൾ കൽബ് ഞെരുങ്ങി പല രീതിയിൽ പഴച്ചുപോയി അവന് ജീവിതത്തിൽ യാതൊരു രീതിയിൽ ലക്ഷ്യമില്ലാതെ പോകുന്ന അവസ്ഥയിൽ വലൗബിൽ ഇൻതിഹാർ, ആത്മഹത്യ ചെയ്തിട്ടെങ്കിലും അവനൊന്ന് മരിച്ചാൽ മതി എന്ന നിലക്ക് അവന്റെ ജീവിതം ഇടുങ്ങിയതായി തീരും. ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടെങ്കിലും അവന്റെ ജീവിതം അവസാനിപ്പിക്കും. കമാ ഹുവൽ വാഖിഉ മിൻ കസീരിൻ മിനൽ അഫ്റാദിൽ ലദീന ഫഖദൂ ഹിദായത്തുൽ അഖീദത്തി സ്വഹീഹ. ധാരാളം ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുകയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. എന്നാൽ അദ്ദേഹം പറയാൻ ഇന്ന് ധാരാളമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ശരിയായ അഖീദയിൽ നിന്ന് പഴച്ചു പോയ അല്ലെങ്കിൽ അത് ലഭിക്കാത്ത ആളുകൾ അവരവരുടെ ജീവിതത്തിലുള്ള പരീക്ഷണങ്ങളിൽ അത് സഹിക്കാനാകാതെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ സമ്പത്ത് കൊണ്ട് ഉന്നതമായ അവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ പദവി കൊണ്ട് ഉന്നതമായ അവസ്ഥയിലായിരിക്കും. പക്ഷേ ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള ശരിയായ അഖീദയുടെ അടിസ്ഥാനത്തിൽ യാതൊരു നിലപാടുമില്ലാത്ത കാരണത്താൽ അവർ ആത്മഹത്യ കൊണ്ടെങ്കിലും ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥ കാണാം. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കും. ശരിയായ അഖീദയിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ഇടുങ്ങിയ ജീവിതമായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നു, വൽ മുജ്തമഉ അല്ലദീ ലാ തസൂദുഹു അഖീദത്തുൻ സഹീഹത്തുൻ ഹുവ മുജ്തമഉൻ ബഹീമിയുൻ. ഒരു സംഘം അല്ലെങ്കിൽ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു നാട് ഏതോ ആവട്ടെ, ഒരു കൂട്ടായ്മ, ഒരു കൂട്ടം ആളുകൾ അവരെ നയിക്കുന്നത് ശരിയായ അഖീദയല്ല എങ്കിൽ, അഥവാ ശരിയായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവരവരുടെ ഏതൊരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ ആ ഒരു സംഘം അല്ലെങ്കിൽ ആ ഒരു കൂട്ടം അല്ലെങ്കിൽ ആ ഒരു നാട് ഏതൊരു കൂട്ടരാവട്ടെ മുജ്തമഉൻ ബഹീമിയൻ, മൃഗതുല്യരായിട്ടുള്ള ഒരു സംഘമായിരിക്കും. അവരും മൃഗങ്ങളും തമ്മിൽ വേറെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അത്രയും ഒരുപോലെയുള്ള അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവുക. കാരണം അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യം ഉണ്ടാവില്ല, സൃഷ്ടാവായ അള്ളാഹുവിനുള്ള കടമകൾ ഉണ്ടാവില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. യഫ്ഖിദു കുല്ല മുഖവ്വിമാത്തിൽ ഹയാത്തി സഈദ, സൗഭാഗ്യ ജീവിതം, സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ജീവിതം ലഭിക്കാനുള്ള എന്തൊക്കെ കാരണങ്ങളുണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടോ അതെല്ലാം നഷ്ടപ്പെടും. അതൊന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കും അവരുടെ ജീവിതം ഉണ്ടാവുക. وإن كان يملك الكثير من مقومات الحياة المادية, ഇനി അവർക്ക് ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കൾ എത്രത്തോളം അധികരിച്ച് അവർക്ക് ഉണ്ട് എങ്കിലും, അവർക്ക് കൂടുതലുണ്ട് എങ്കിലും അവർക്ക് സമാധാനം നിറഞ്ഞൊരു ജീവിതം കിട്ടൂല. നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ജീവിതത്തിൽ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാകും. എല്ലാ ഭൗതികമായ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത ജീവിതവുമായിട്ട് ജീവിക്കുന്ന ധാരാളം ആളുകൾ. അല്ലത്തി കസീറൻ മാ തഖൂദുഹു ഇല ദമാർ, ഈ ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ അതിലധികവും അവരെ നയിക്കുന്നത് നാശത്തിലേക്കായിരിക്കും, അവരെ നാശത്തിലേക്കായിരിക്കും നയിക്കുക. കമാ ഹുവ മുശാഹദുൻ ഫിൽ മുജ്തമആത്തിൽ കാഫിറ, ഏതുപോലെ ഇന്ന് വെളിവായി കാണുന്ന, ഇന്ന് അല്ലെങ്കിൽ പ്രകടമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന, കാണപ്പെടുന്ന കാര്യം അധിക കാഫിറായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ നിഷേധികളായിട്ടുള്ള ആളുകളുടെ നാടുകളിലാവട്ടെ കൂട്ടങ്ങളിലാവട്ടെ സംഭവിക്കുന്ന കാര്യം. സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് നമുക്കറിയാം, അദ്ദേഹം ഈ ഒരു കിതാബ് എഴുതുന്നത് സൗദിയിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ കിതാബിൽ ഇനി വരുന്ന പല സന്ദർഭങ്ങളിലും അദ്ദേഹം സൗദി ഇസ്ലാമികമായിട്ടുള്ള തൗഹീദിന്റെയും സുന്നത്തിന്റെയും നാട് എന്ന നിലക്ക് ആ ഒരു രീതിയിലാണ് കിതാബിന്റെ എഴുത്തുള്ളത്. അവിടെയുള്ള കുട്ടികൾക്ക് കൂടുതൽ പഠിയാനും ആ രീതിയിലാണ് കിതാബ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകം ചില സന്ദർഭങ്ങളിൽ അങ്ങനെ വരുന്നുണ്ട്. പറയാണ് കാഫിർ നാടുകളിലെല്ലാം ശ്രദ്ധിച്ചാൽ കാണുന്നത് പോലെ നാശത്തിലേക്ക് നയിക്കുന്ന അവസ്ഥയാണ് ഭൗതികമായ വസ്തുക്കൾ കൊണ്ട് മാത്രം ഉണ്ടാവുക. لأن هذه المقومات المادية تحتاج إلى توجيه وترشيد. എന്നിട്ട് പറയുകയാണ് സ്വാലിഹ് ഫൗസാൻ, ഭൗതികമായിട്ടുള്ള എന്ത് വസ്തുക്കളാവട്ടെ, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതാവട്ടെ,
നമുക്ക് ഭൗതികമായിട്ട് ഒരുപാട് വസ്തു സൗകര്യങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്, എന്തും ആവട്ടെ, അതെല്ലാം തഹ്താജ് ഇലാ തൗജീഹിൻ വ തർഷീദിൻ, അത് ഒരു മാർഗനിർദ്ദേശനത്തിലേക്ക് ആവശ്യക്കാരാണ്. അതായത് ഭൗതികമായിട്ടുള്ള എന്ത് കാര്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, അതെങ്ങനെ വേണം ഉപയോഗിക്കാൻ, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു മാർഗനിർദ്ദേശനത്തിലേക്ക് ആവശ്യക്കാരാണ്. للاستفادة من خصائصها ومنافعها ولا موجه لها سوى العقيدة الصحيحة. എന്തിനാണ് ആ മാർഗനിർദ്ദേശം? അതിൽ നിന്ന് ശരിയായ രീതിയിൽ അതിന്റെ ഉപകാരം എടുക്കണമെങ്കിൽ ഈ മാർഗനിർദ്ദേശം ആവശ്യമാണ്. ഈ മാർഗനിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ശരിയായ അഖീദയെ കൊണ്ടല്ലാതെ ലഭിക്കുകയുമില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ യഥേഷ്ടം ലഭിച്ച ഒരാൾ, അയാൾക്ക് അത് എന്താ ചെയ്യേണ്ടത് തന്നെ അറിയില്ല, അല്ലെങ്കിൽ അതിനുകൊണ്ട് എന്താ ഉപകാരം ചെയ്യേണ്ടത് അറിയില്ല, എന്തിനു ഉപയോഗിക്കും? അയാളെ പണം കൊണ്ട് അയാൾക്ക് എന്തും ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് വസ്തു ഉപയോഗിച്ചാലും മതി, എന്ത് വസ്തു, ഇപ്പോൾ നമ്മളെ മൊബൈല്, ആ മൊബൈല് ഒരുപാട് ഉപകാരമുണ്ട്. പക്ഷെ അതിന് ഉപകാരം മാത്രം എടുക്കണമെങ്കിൽ എന്ത് വേണം? അതിനൊരു തൗജീഹ് വേണം, എങ്ങനെ ഉപയോഗിക്കണം, എന്തെല്ലാം അതിൽ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്തെല്ലാം രീതിയിൽ അത് ഉപയോഗിക്കരുത് എന്നുള്ള ബോധം വേണം. അതല്ല എങ്കിലോ അതിൽ ഏതൊക്കെ രീതിയിലാകാം. അപ്പൊ അതുപോലെയാണ് ഏത് ഭൗതികമായിട്ടുള്ള കാര്യത്തിനും ഒരു തൗജീഹ് വേണം. ആ തൗജീഹ് എന്നുള്ളത് അഥവാ ഒരു മാർഗനിർദ്ദേശം എന്നുള്ളത് അത് ശരിയായ അഖീദയിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഖാല തആല എന്നിട്ട് പറയുകയാണ്, യാ അയ്യുഹർ റുസുൽ കുലൂ മിനത് ത്വയ്യിബാത്ത് വഅമലൂ സ്വാലിഹൻ. സൂറത്തുൽ മുഅ്മിനൂൻ 51-ാമത്തെ ആയത്തിൽ റസൂലുകളോടും അതുപോലെ മുഅ്മിനീങ്ങളോടും പൊതുവായിട്ട് പറഞ്ഞതാണ് എന്ന് പിന്നീട് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറഞ്ഞൊരു കാര്യമാണ്. യാ അയ്യുഹർ റുസുൽ, റസൂലുകളെ, കുലൂ മിനത് ത്വയ്യിബാത്ത് വഅമലൂ സ്വാലിഹ, നിങ്ങൾ വിശിഷ്ടമായത് ഭക്ഷിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ച് അല്ലാഹു തആല പറയാണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാം, വിശിഷ്ടമായി നിങ്ങൾ ഭക്ഷിക്കുക. എന്താണ് ഭക്ഷിക്കേണ്ടത്, അതുപോലെ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും പറഞ്ഞു. വഖാല തആല, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചില കാര്യങ്ങൾ സൂറത്ത് സബയിലെ ആയത്തുകൾ, പ്രത്യേകിച്ചും റസൂലുകളുടെ കൂട്ടത്തിൽ വലിയ രാജപദവി അല്ലെങ്കിൽ രാജാക്കന്മാരായിരുന്ന, വലിയ അധികാരം ലഭിച്ചിരുന്ന ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ തന്നെ ധാരാളമായി ലഭിച്ചിരുന്ന അവരുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അള്ളാഹു പറഞ്ഞു, വലഖദ് ആതൈനാ ദാവൂദ മിന്നാ ഫദ്ല, ദാവൂദ് നബി അലൈഹിസ്സലാമിന് നാം ധാരാളം ഔദാര്യങ്ങൾ ചൊരിഞ്ഞു. യാ ജിബാലു അവ്വബി മഅഹു വത്വയ്ർ, പർവ്വതങ്ങളും അതുപോലെ തന്നെ പക്ഷികളും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം അള്ളാഹുവിന് കീഴൊതുങ്ങാൻ, ദാവൂദ് നബി അലൈഹി ഇസ്ലാം ദിക്ർ ചെല്ലുമ്പോഴെല്ലാം അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കുമ്പോഴെല്ലാം പർവ്വതങ്ങളും കിളികളും എല്ലാം ഒപ്പം ഉണ്ടാവുമായിരുന്നു, ഒപ്പം സ്മരിക്കുമായിരുന്നു. ഏറ്റവും നല്ല ശബ്ദം നൽകപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാം. സബൂർ, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖുർആനാണ് സബൂർ. ഓരോ നബിമാർക്കും അവർക്ക് നൽകപ്പെട്ട കിതാബ് അവരുടെ ഖുർആനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പാരായണം ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ശബ്ദത്തിലായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാം പാരായണം ചെയ്തിരുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണം കേട്ട് ദാവൂദ് നബി അലൈഹി സ്വലാം ലഭിച്ച പോലെ ഒരു ശബ്ദമാണ് നിനക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ സംഭവങ്ങളെല്ലാം കാണാം. അപ്പോൾ വളരെ നല്ല ശബ്ദമായിരുന്നു. പക്ഷികളും പർവ്വതങ്ങളും എല്ലാം ദാവൂദ് നബി അലൈഹി സ്വലാമിനോടൊപ്പം അള്ളാഹുവിനെ ദിക്ർ ചെയ്യാറുണ്ടായിരുന്നു. വഅലന്നാ ലഹുൽ ഹദീദ്, ദാവൂദ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല വന്ന് ഇരുമ്പിനെ നാം ലയ്യനാക്കി കൊടുത്തു, അഥവാ മൃദുലമാക്കി കൊടുത്തു. മുഫസ്സിരിങ്ങൾ പറഞ്ഞത് കാണാം, ദാവൂദ് നബി അലൈഹി സ്വലാമിന് ഇരുമ്പ് എന്നുള്ളത് മെഴുക് പോലെയായിരുന്നു എന്ന്. അല്ലെങ്കിൽ ഒരു ഇരുമ്പിന്റെ കഷ്ണം കൊണ്ട് എന്തെങ്കിലും രൂപം ഉണ്ടാക്കുന്നത് മെഴുക് കൊണ്ട് ആളുകൾ ഉണ്ടാക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ദാവൂദ് നബി അലൈഹി സ്വലാമിന് സാധിക്കുമായിരുന്നു. എന്നിട്ട് പറയുകയാണ്, അനിഅമൽ സാബിഗാത്തിൻ വഖദ്ദിർ ഫിസ്സർദ്, ആ ഇരുമ്പ് കൊണ്ട് പടച്ചട്ടകൾ ഉണ്ടാക്കാനും അതിന്റെ കണ്ണികൾ യഥാവിധം കോർത്തു വെക്കാനും പറഞ്ഞിരുന്നു. സാബിഗാത്ത് എന്ന് പറഞ്ഞാൽ അഥവാ ദാവൂദ് നബി അലൈഹി ഇസ്ലാമാണ് ആദ്യമായി വട്ടത്തിൽ അഥവാ ചങ്ങലകളെ കൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പടച്ചട്ട ഉണ്ടാക്കിയിട്ടുള്ളത്. അവ അതുണ്ടാക്കാൻ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കുമായിരുന്നു. വഅമലു സ്വാലിഹ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ അള്ളാഹു പറഞ്ഞു. അപ്പോ ഇവിടെ ഈ ആയത്തുകൾ കൊടുക്കേണ്ടതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൗതികമായ അധികാരമാവട്ടെ വസ്തുക്കളാവട്ടെ ഇതെല്ലാം നബിമാർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം, എന്തിനു ഉപയോഗിക്കണം എന്ന് ആര് പഠിപ്പിച്ചിട്ടുണ്ട്? അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് ഭൗതികമായ വസ്തുക്കളും സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ശരിയായ അഖീദ അഥവാ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടില്ല എങ്കിൽ നാശത്തിലേക്കായിരിക്കും.
അതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് ഉപകാരങ്ങളിലേക്കായിരിക്കും. അവിടെ അഖീദ ശരിയാകണം എന്നുള്ളതാണ് പറയുന്നത്. ഇന്നി ബിമാ തഅമലൂന ബസീർ, അള്ളാഹു പറയുകയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ നോക്കിക്കാണുന്നവനാണ്. അപ്പൊ അള്ളാഹു ബസീറാണ് എന്നുള്ള അഖീദയുടെ ഭാഗമാണ്. നമുക്ക് ലഭിച്ച ഏതൊരു കാര്യവും എന്താണ് നാം ചെയ്യുന്നത് അത് അള്ളാഹു നോക്കിക്കാണുന്നുണ്ട്. വലി സുലൈമാന റീഹ ഗുദൂഹുഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്റുൻ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു അധികാരപ്പെടുത്തി കൊടുത്തത് കാറ്റിനെയാണ്. ആ കാറ്റ് അതിന്റെ ഒരു മാസത്തെ വഴിദൂരം അതിന്റെ ഒരു പ്രഭാതത്തിലുള്ള യാത്രയാണ്. അത് തിരിച്ചു വരുന്നത് ഒരു വൈകുന്നേരത്തെ യാത്ര. അഥവാ ഒരു മാസം വഴിദൂരമുള്ള ദൂരം ഒരൊറ്റ ദിവസം കൊണ്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് കാറ്റ് സഞ്ചരിക്കുമായിരുന്നു, പോയി വരുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അള്ളാഹു തആല കൊടുത്തിരുന്നു. വസൽനാ ലഹു ഐനൽ ഖത്ർ, ചെമ്പിന്റെ ഒരു ഉറവ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു തആല നൽകിയിരുന്നു. വമിനൽ ജിന്നി മൻ യഅമലു ബൈന യദൈഹി ബിഇദ്നി റബ്ബിഹി, അതുപോലെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കീഴിൽ പണിയെടുക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ നിർമ്മിക്കാനും അതുപോലെ കാര്യത്തിനു വേണ്ടി ജിന്നിനെ അള്ളാഹു തആല ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കുന്ന ജിന്നുകൾ ഉണ്ടായിരുന്നു. വമൻ യസിഖു മിൻഹും അൻ അംരിനാ നുസിഖുഹു മിൻ അദാബിസ് സഈർ, അതിലേതെങ്കിലും ഒരു ജിന്ന് അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായിക്കൊണ്ട് അതിൽ നിന്ന് പോവുകയാണെങ്കിൽ ശക്തമായ ശിക്ഷ അവർക്കുണ്ടാകും. യഅമലൂന ലഹു മാ യശാ, അവർ ആ ജിന്നുകൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി ആ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾക്ക് വേണ്ടി പണിയെടുത്തിരുന്നു. മിൻ മഹാരീബ്, വലിയ കൊട്ടാരങ്ങൾ സൗധങ്ങൾ ഉണ്ടാക്കാൻ, വതമാഫീൽ, രൂപങ്ങൾ ഉണ്ടാക്കാൻ, വജിഫാനിൻ കൽ ജവാബി, അതുപോലെ തന്നെ വലിയ പാത്രങ്ങൾ, വെള്ളം നിറച്ചു വെക്കുന്ന വലിയ പാത്രങ്ങൾ, വഖുദൂരിർ റാസിയാത്ത്, അതുപോലെ ഭക്ഷണം ഇട്ട് വെക്കുന്ന വലിയ പാത്രങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കുമായിരുന്നു. വലിയ കെട്ടിടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മലു ആല ദാവൂദ് ശുക്ര എന്ന് പറയാൻ, ദാവൂദിന്റെ കുടുംബമേ നിങ്ങൾ നന്ദി കാണിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. വഖലീലുൻ മിൻ ഇബാദി അഷ്ശകൂർ, കുറഞ്ഞ അടിമകൾ മാത്രമാണ് അള്ളാഹുവിന്റെ അടിമകൾ നന്ദി കാണിക്കുന്നവരുള്ളത്. ഈ ആയത്ത് ഇവിടെ ശൈഖ് ഫൗസാൻ ഹഫ്ളഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത് ഭൗതികമായിട്ടുള്ള എന്തുണ്ടെങ്കിലും അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായ ബോധമില്ല എങ്കിൽ അതുകൊണ്ട് നാശമായിരിക്കും. അവിടെ അഖീദയുടെ പ്രാധാന്യം പറയുകയാണ്. ഫഖുവത്തുൽ അഖീദത്തി യജിബു അൻ ലാ തൻഫക അനിൽ ഖുവ്വത്തിൽ മാദിയ, ഇവിടെ അഖീദയുടെ ആ ശക്തി അല്ലെങ്കിൽ അഖീദ ദൃഢമാവുക എന്നുള്ളത് ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ ആധിക്യം അതിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. അഥവാ ഭൗതിക വസ്തുക്കൾ എത്ര കൂടുന്നുവോ അത്ര പോലെ തന്നെ അഖീദയും അവന് ശക്തി ഉണ്ടായിരിക്കണം. ഇനി എങ്ങാനും ഈ സഹീഹായ അഖീദയിൽ നിന്ന് തെറ്റിപ്പോയിട്ട് ബാത്തിലായ പിഴച്ച വിശ്വാസങ്ങളും കാര്യങ്ങളുമാണ് ഉള്ളത് എങ്കിൽ സ്വാറത്തിൽ ഖുവ്വത്തുൽ മാദിയ വസീലത ജമാലിൻ വൻഹിദാരിൻ, ഈ ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ അതിന്റെ ശക്തി അതിന്റെ ആധിക്യമെല്ലാം അവനെ കൂടുതൽ വഴികേടിലേക്കും കൂടുതൽ നാശത്തിലേക്കുള്ള മാർഗമായിട്ടാണ് അത് തീരുക. അതായത് ഭൗതികമായ വസ്തുക്കൾ എത്ര കൂടുന്നുവോ അത്രയും എന്തുണ്ടായിരിക്കണം, ഒരാളുടെ വിശ്വാസം ശക്തിപ്പെട്ടിരിക്കണം. അതല്ല എങ്കിൽ ഈ ഭൗതിക വസ്തുക്കൾ അവനെ വഴികേടിലേക്ക് നയിക്കും. കമാ ഹുവൽ മുശാഹദുൽ യൗമ ഫിദ്ദുവലിൽ കാഫിറത്തി ലദീ തംലികു മാദ്ദതൻ, ഏതുപോലെ ഇന്നത്തെ ധാരാളം കാഫിറുകളുടെ നാടുകൾ പോലെ അവർക്ക് ഭൗതികമായിട്ടുള്ള ഏറ്റവും ഉന്നതമായ കാര്യങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്, അവർക്ക് പല കാര്യങ്ങളുണ്ട്. വലാ തംലികു അഖീദത്തൻ സഹീഹത്തൻ, എന്നാൽ അവർക്ക് ശരിയായ അഖീദയില്ല. അതവരെ ഈ ദുനിയാവിലാവട്ടെ നാളെ പരലോകത്താവട്ടെ നാശത്തിലേക്ക് നയിക്കുന്ന കാര്യമായിരിക്കും. അപ്പൊ ശരിയായ അഖീദ പഠിക്കുക എന്നുള്ളത് ഭൗതികമായി നമുക്ക് ലഭിക്കുന്ന വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൂടി നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശരിയായ അഖീദ നമ്മുടെ അടുക്കലില്ല എങ്കിൽ ഭൗതികമായ വസ്തുക്കളുടെ ആധിക്യം നമ്മെ നാശത്തിലേക്കാണ് നയിക്കുക. എന്നാൽ ശരിയായ അഖീദ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ, അതിന്റെ ശക്തി ഉണ്ട് എങ്കിൽ, എത്ര ഭൗതികമായ വസ്തുക്കൾ അധികരിച്ചാലും ആ ശക്തിക്കനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിന്റെ ഉപകാരം എടുക്കാൻ സാധിക്കും. അപ്പൊ ആ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ധാരാളം ആളുകൾ ഇന്ന് വഴികളിലായിട്ടുള്ളത്, പിഴച്ചു പോയിട്ടുള്ളത് ഭൗതിക സുഖങ്ങളിൽ മതിമറന്നു പോകുമ്പോഴാണ്. എന്നിട്ട് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് എന്തുകൊണ്ടാണ് ആളുകൾ ഈ സഹീഹായ അഖീദയിൽ നിന്ന് പിഴച്ചു പോകുന്നത്, വഴികേടിലായി പോകുന്നത് എന്നുള്ളതിലുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വലിൻഹിറാഫ് അനിൽ അഖീദത്തി സ്വഹീഹത്തി ലഹു അസ്ബാബുൻ തജിബു മഅരിഫതുഹാ മിൻ അഹമ്മിഹാ, ഈ ശരിയായ അഖീദയിൽ തെറ്റിപ്പോകാൻ പല കാരണങ്ങളുണ്ട്. അത് അറിയൽ നിർബന്ധമാണ്. അതറിഞ്ഞാലേ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതിൽ പ്രധാനപ്പെട്ടത്
അൽ ജഹ്ലു ബിൽ അഖീദത്തി സ്വഹീഹ, ശരിയായ അഖീദയെ കുറിച്ചിട്ടുള്ള ജഹ്ലാണ്, അറിവില്ലായ്മയാണ്. ശരിയായ അഖീദയെ കുറിച്ച് അറിവില്ലായ്മയാണ്. ബിസബബിൽ ഇഅറാദി അൻ തഅല്ലുമിഹാ വതഅലീമിഹാ, ആ അഖീദ പഠിക്കുന്നതിൽ നിന്നും പഠിപ്പിക്കുന്നതിൽ നിന്നുമെല്ലാം ആളുകൾ പിന്തിരിഞ്ഞു പോകുന്നതുകൊണ്ടുണ്ടാകുന്നത്. അതായത് ഈ അഖീദ എന്നുള്ള കാര്യം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആദ്യത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. ചിലപ്പോ ഈ ഫിഖിയായ കാര്യങ്ങൾ, ഇപ്പൊ നിസ്കാരം ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഒരു തവണ കൃത്യമായി നിസ്കാരത്തിന്റെ രൂപം ഇങ്ങനെയാണ് എന്ന് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കിയാൽ മതിയാകും. പക്ഷെ അഖീദ എന്നുള്ളത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ്. കാരണം ഒരാളുടെ ഈമാൻ അത് വളരെയധികം കുറയും, അയാൾക്ക് ചില തെറ്റിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ അതിലൂടെ ഉണ്ടാകും. അതായത് ആ ഒരു നിസ്കാരം എന്നുള്ള കർമ്മത്തെ, അതിന്റെ മഹത്വം അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം ഇരട്ടിപ്പിക്കുന്നത് ഒരാളുടെ അഖീദയിൽ ഉണ്ടാകുന്ന ദൃഢതയും കുറവും അനുസരിച്ചിട്ടാണ്, ഒരാളുടെ ഈമാനിൽ ഉണ്ടാകുന്ന ഏറ്റവും കുറവ് അനുസരിച്ചിട്ടാണ്. അപ്പൊ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കേണ്ട, എപ്പോഴും പഠിക്കേണ്ട ഒരു വിഷയമാണ് അഖീദ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം, പക്ഷെ ആ വ്യത്യാസം മനസ്സിലാക്കി തരാൻ പറഞ്ഞതാണ്. അപ്പൊ ആളുകൾ ഇത് പഠിക്കാതെ, ഇത് പഠിപ്പിക്കാതെ പിന്തിരിഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഒന്നാമത്തെ കാരണം ആളുകൾ അഖീദയിൽ നിന്ന് പിഴച്ചു പോകുന്നത്, വഴികേടിലാകുന്നത്. അതല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുക, അതിൽ ഉപയോഗിക്കേണ്ട മുറപ്രകാരം അതിൽ മുഴുകാതെ അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. അതൊക്കെ എനിക്ക് അറിയുന്നതാണ്, ഞാൻ തൗഹീദൊക്കെ എന്നേ പഠിച്ചതാണ്, 10 കൊല്ലം മുമ്പ് തൗഹീദ് പഠിച്ച ആളാണ് ഞാൻ, ഇനി എന്ത് തൗഹീദ് പഠിക്കാനാണ്? അങ്ങനെ ചില ആളുകൾ ചോദിക്കുന്നത് കാണാം. എനിക്ക് തൗഹീദ് അറിയാം, ഇനി എന്താണ് എനിക്ക് തൗഹീദിനെ പറ്റി പഠിക്കാനുള്ളത്? ഞാൻ അള്ളാഹിനെ വിളിച്ച് മാത്രമേ പ്രാർത്ഥിക്കുന്നതുള്ളൂ, അവിടെ പിന്നെ എന്താണ് എനിക്ക് തൗഹീദ് പഠിക്കാനുള്ളത് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ തൗഹീദിന്റെ ഓരോ ഭാഗങ്ങൾ അത് മുറിച്ച് കീറി പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് പറയാ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തലമുറ ഉണ്ടായി വരും, എന്താണ് അഖീദ എന്ന് പോലും അറിയാത്ത, എന്താണ് എന്റെ വിശ്വാസം എന്ന് പോലും അറിയാത്ത ഒരു തലമുറ ഉണ്ടായി വരും എന്നുള്ളത്. അന്ത്യനാളിന്റെ അടയാളങ്ങൾ പറയുന്ന ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ ഭയപ്പെടുന്ന ഒരു കാര്യം കാണാം. ഒരു കൂട്ടം വരും, അവസാന കാലത്ത് ഒരു സമൂഹം ഉണ്ടാകും. അതിൽ ആളുകൾക്ക് ഒരാൾക്ക് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുന്നുണ്ടാവില്ല. അങ്ങനെ വൃദ്ധയായിട്ടുള്ള ചില ആളുകൾ, വൃദ്ധയായ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ വൃദ്ധന്മാരായിട്ടുള്ള ഏതോ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഞങ്ങൾ എന്തോ കേട്ടിട്ടുണ്ട് എന്ന നിലക്ക് പറയുന്ന അവസ്ഥയിൽ ഈ ലോകത്തെ ആളുകൾ മാറിത്തീരും എന്ന അന്ത്യനാളിൽ ലോകാവസാനത്തിന്റെ മുന്നോടിയായിട്ടുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. അപ്പൊ അങ്ങനെ ഒരു സമുദായം അല്ലെങ്കിൽ സമൂഹം അതുണ്ടാകുന്ന അവസ്ഥ വരും, ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാതെ. വലാ യഅരിഫു മാ യുഖാലിഫുഹാ വയുവാദുഹാ, അവർക്ക് എന്തറിയില്ല, ഈ ശരിയായ അഖീദ എന്താണെന്ന് അറിയില്ല, അതിനെതിരായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയില്ല, അത് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ അറിയില്ല, ഒന്നും അറിയില്ല. ഫയഅതഖിദുൽ ഹഖ്ഖ ബാത്തിലൻ, അങ്ങനെ ആ ഒരു സമൂഹം എന്താകും? ഹഖിനെ ബാത്തിലായിട്ട് വിശ്വസിക്കും. വൽ ബാത്തില ഹഖൻ, ബാത്തിലിനെ ഹഖായിട്ട് വിശ്വസിക്കും. അതായത് ശരിയായിട്ട് വിശ്വസിക്കേണ്ട വിശ്വാസത്തെ അത് ബാത്തിലാണെന്ന് പറയും, ബാത്തിലായ വിശ്വാസത്തെ ഹഖായിട്ട് വിശ്വസിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ നാടുകളിൽ വിശ്വാസത്തിൽ പഴിച്ചുപോയ എത്ര ആളുകളുണ്ട്? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ മാത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. മരിച്ച് ഖബറിൽ കിടക്കുന്ന CM മടവൂര് എന്ന പേരുള്ള വ്യക്തി, അതാണ് മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്ന ആളെന്ന് വിശ്വസിക്കുന്ന, പറയുന്ന, അതിനെ സമർത്ഥിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവുകയാണ്. അവരതാണ് ശരി, അതാണ് ഇസ്ലാം എന്നാണ് പറയുന്നത്. അവരെത്രയും ബാത്തിലായ പഴച്ച ശിർക്കൻ വിശ്വാസത്തെ ഹക്കായി വിശ്വസിക്കുന്നു, അതുപോലെ ഹക്കായിട്ടുള്ളതിനെ ബാത്തിലായി വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ ആളുകൾ മാറിത്തീരും ഇത് പഠിക്കാതെ. കമാ ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇന്നമാ തുൻഖദു ഉറൽ ഇസ്ലാം ഉർവതൻ ഉർവ ഇദാ നശഅ ഫിൽ ഇസ്ലാം മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ, ഇസ്ലാമിന്റെ കെട്ടുകൾ ഓരോന്നായി അഴിഞ്ഞുകൊണ്ടേയിരിക്കും ഇസ്ലാമിൽ ജാഹിലിയത്ത് എന്താണെന്ന് അറിയാത്തൊരു സമൂഹം വളർന്നു വന്നാൽ. ജാഹിലിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശിർക്ക് അല്ലെങ്കിൽ ആളുകൾ പിഴച്ചു പോകുന്ന വഴികേട്, ഇതെന്താണെന്ന് അറിയാത്ത ആളുകൾ ഇവിടെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ കെട്ട് ഒന്നായിട്ട് അഴിഞ്ഞു പോകുന്നു. അപ്പോ ശരിയായ അഖീദയും പഠിക്കണം, ഇതിൽ പിഴച്ചു പോയ ആളുകൾ എവിടെയാണ് പിഴച്ചത്, എങ്ങനെയാണ് പിഴച്ചത് എന്നും പഠിക്കണം.
എന്നാലേ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഒന്നാമത്തെ കാരണം ജഹലാണ്, അറിവില്ലായ്മയാണ്, പഠിക്കാത്തതാണ്, അതിൽ മുഴുകാത്തതാണ്, അതിന് പ്രാധാന്യം കൊടുക്കാത്തതാണ്. രണ്ടാമത്തെ ഒരു കാരണം സാലിഹ് ഫൗസാൻ ഹഫിദഹുല്ലാഹ് പറയുന്നു, അത്തഅസ്സുബു ലിമാ അലൈഹിൽ ആബാഉ വൽ അജ്ദാദു. തഅസ്സുബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയാ, അവരുടെ പിതാക്കന്മാര്, അവരുടെ പൂർവ്വ തലമുറക്കാർ എന്താണോ ഉണ്ടായിരുന്നത് അതിൽ മാത്രം പിടിച്ചു നിൽക്കുന്ന അവസ്ഥ, അത് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ, അത് മാത്രമേ ഞങ്ങൾ ഉൾക്കൊള്ളുകയുള്ളൂ, അത് മാത്രമേ ശരിയായിട്ടുള്ളൂ എന്ന നിലക്ക് പറയുന്ന ഒരവസ്ഥ. അത് എത്ര ബാത്തിലായിട്ടൊരു വാദമാണെങ്കിലും അതിനോട് പിടിച്ചു നിൽക്കുക. ആ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞതിനെതിരായിട്ടുള്ള കാര്യമാണ് ഹക്ക് എങ്കിലും അതിനെ ഒഴിവാക്കുന്ന ഒരവസ്ഥ. ധാരാളം ആളുകൾ വഴികളിലാകാൻ കാരണമായിട്ടുള്ള ഒരു കാര്യമാണത്. ധാരാളം ആളുകൾ വഴികേടിലാവുന്ന ഒരു കാര്യമാണത്. പൂർവ്വപിതാക്കന്മാരുടെ മാർഗം ഇത് മാത്രമാണ് ശരി എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുക എന്നുള്ളത്. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ സൂറത്തുൽ ബഖറയിലെ 170-ാമത്തെ ആയത്തിൽ, വൈദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹു, അവരോട് പറയപ്പെട്ടാൽ, മുശ്രിക്കീങ്ങളോട്, ശിർക്കിലായ ആളുകളോട് പറയപ്പെട്ടാൽ അല്ലാഹു ഇറക്കിയത് നിങ്ങൾ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ, ഖാലു, അവർ പറയും, ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങൾ പിൻപറ്റുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ കാണിച്ചെന്ന മാർഗം എന്താണോ അവരേതൊന്നിലായിരുന്നോ അതേ ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ. അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പിതാക്കന്മാർ ഒന്നും ചിന്തിക്കാത്ത, ഒന്നും അറിയാത്ത, നേർമാർഗം സിദ്ധിക്കാത്ത ആളുകളാണെങ്കിൽ പോലും അവരതിനെയാണോ പിൻപറ്റുന്നത്? അപ്പൊ ഈ നിലക്കുള്ള ഒരു തഅസ്സുബ്, ഒരു കക്ഷിത്വം, അവരുടെ ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നത് എന്താണോ അതാണ് ശരി, ഞങ്ങൾ അതിലേ നിൽക്കുകയുള്ളൂ. എന്തു വലിയ അപകടമാണത്, എന്തു വലിയ അപകടമാണ്. നമ്മൾ സാധാരണ ഈ ആളുകളും ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഒരാള്, അയാളുടെ പിതാക്കന്മാരും എല്ലാവരും മദ്യപിക്കുന്ന ആളുകളാണ് വിചാരിക്കുക. എന്നിട്ട് അവർ പറയാണ് ഞാനും മദ്യപിക്കും, എന്റെ പൂർവ്വപിതാക്കന്മാരൊക്കെ മദ്യപിക്കുന്നതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഒരിക്കലും ശരിയാവൂല. അപ്പോ അവര് വിശ്വാസത്തിന്റെ കാര്യത്തിൽ അതാണ് ശരി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതൊരിക്കലും അടിസ്ഥാനമുള്ളതല്ല. ദീനിന് പ്രമാണങ്ങളുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹക്കാവുക. അടുത്ത ആളുകൾ ശരിയായ അഖീദയിൽ നിന്ന് പിഴച്ചു പോകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അത്തഖലീദുൽ അഅ്മ, അന്ധമായ പിൻപറ്റൽ, അന്ധമായി പിൻപറ്റുക എന്നുള്ളത്. അഥവാ ഏതെങ്കിലും ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ധമായി പിൻപറ്റുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു വാദം പറഞ്ഞാൽ അത് അന്ധമായി പിൻപറ്റുക, വേറൊന്നും ആലോചിക്കാതെ. ബിഅഖ്ദി അഖ്വാലിൻ നാസ് ഫിൽ അഖീദ, ഏതുപോലെ അഖീദയുടെ വിഷയത്തിൽ ആളുകളുടെ വാക്കുകൾ എടുക്കുന്നത് പോലെ. ഫിഖഹിന്റെ മസായിലുകളിൽ തഖ്ലീദ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി തഖ്ലീദുൽ അഅ്മ ആണെങ്കിൽ പോലും ഫിഖഹിന്റെ മസായിലുകളിൽ ഒരാൾക്ക് ഇജ്തിഹാദ് ചെയ്യാനുള്ള കഴിവില്ല, ആലത്തുകളില്ല, അതിന് മാത്രം അറിവില്ല എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് വിശ്വാസമുള്ള, സിദ്ഖുള്ള ഒരു ഇമാമിനെ, സിദ്ഖ് അറിയപ്പെട്ട ഒരു ഇമാമിനെ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇജ്തിഹാദ് ചെയ്യാൻ കഴിവുള്ള, അങ്ങനെ അംഗീകരിക്കപ്പെട്ട ഒരു ഇമാമിനെ ഫിഖഹിന്റെ മസായിലുകൾക്ക് പിൻപറ്റാം. ഉദാഹരണത്തിന് ഷാഫി മദ്ഹബിനെ ചില ആളുകൾ ഷാഫി ഫിഖ് അല്ലെങ്കിൽ അതാണ് ശരി, അല്ലെങ്കിൽ മാലിക്കിയോ ഹംബലിയോ അതാണ് ശരിയായ അഭിപ്രായം, എനിക്ക് ഇജ്തിഹാദ് ചെയ്യാനുള്ള ആലത്തുകൾ എൻ്റെ കയ്യിലില്ല, അതിനുള്ള മാർഗങ്ങൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഇന്ന വിഷയത്തിൽ ഞാൻ ഇമാം ഷാഫിയുടെ അഭിപ്രായങ്ങളാണ് സ്വീകരിക്കുക എന്ന് ഒരാൾ, ഒരു സാധാരണക്കാരൻ പറഞ്ഞു അയാൾ കുറ്റപ്പെടുത്താൻ പറ്റൂല, അയാൾക്ക് സ്വീകരിക്കാം. എന്നാൽ അഖീദയുടെ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ, അമാലുകളും അങ്ങനെ പാലിക്കലാണ്, സുന്നത്തിനോട് യോജിച്ച് ചെയ്യലാണ് ശരി. പക്ഷെ അയാൾ എന്താവൂല, വഴികേടിലായി നമുക്ക് പറയാൻ പറ്റൂല. ഒരാൾ ഒരു മദ്ഹബിനെ പിൻപറ്റിയത് കൊണ്ട് അല്ലെങ്കിൽ ആ ഇമാമിനെ പിൻപറ്റിയത് കൊണ്ട് അയാൾ പിഴച്ചുപോയി എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോൾ സുന്നത്തിനെതിരായി എന്ന് എല്ലാം നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ എന്നാൽ അഖീദയുടെ വിഷയത്തിൽ ഒരാളെ അന്ധമായി പിൻപറ്റാൻ യാതൊരു അടിസ്ഥാനവുമില്ല. തെളിവ് എന്താണോ അത് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ. മിൻ ഗൈരി മഅരിഫതി ദലീലിഹാ, സലഫ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അതാണ് പറയുന്നത്. അഖീദയിൽ ആളുകളുടെ വാക്കിനെ പിൻപറ്റും, അതിന്റെ ദലീലിനെ കുറിച്ചൊന്നും ചോദിക്കില്ല. വമഅരിഫതി മദാ സിഹ്ഹതിഹാ, ഇനി ദലീല് കേട്ടാലും ആ ദലീലിന്റെ സിഹ്ഹത്ത് എത്രത്തോളം ഉണ്ട്, അത് ശരിയാണോ എന്ന് കൂടി പരിശോധിക്കൂല. ഇപ്പൊ ചില ആളുകൾ ഒരു വാദം പറഞ്ഞു, എന്നിട്ട് അയാൾ പറയും ഇന്നൊരു കാര്യം ഇന്ന കിതാബിലുണ്ട് അല്ലെങ്കിൽ ഇന്ന ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല ഹദീസോ അല്ലെങ്കിൽ കിതാബോ തിരിക്കും. അപ്പൊ അത് കേട്ടിട്ട് പോന്നാൽ മതിയോ? അല്ല,
അതിന്റെ സിഹത്തിനെ ആരെങ്കിലും എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നറിയാനുള്ള വഴികൾ ഉണ്ടാകും. അല്ലെങ്കിൽ അത് പറയുന്ന ഹക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അതിന്റെ കുറവുകൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടാകും. അപ്പൊ അത് മനസ്സിലാക്കി ആ ദലീലുകളുടെ ശരിയാണോ അതിന്റെ സ്വീകാര്യത കൂടി മനസ്സിലാക്കണം. ധാരാളം ആളുകൾ ഈ തരത്തിൽ പഴച്ചു പോയത് കാണാം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി പറഞ്ഞ വാക്കിലേക്കെല്ലാം തെറ്റിപ്പോയ ധാരാളം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതുപോലെ മിൻ ജഹ്മിയത്തിലെ ആളുകളെ പോലെ ജഹ്മു ബിൻ സഫ്വാൻ എന്ന വ്യക്തിയുടെ കീഴിലായിക്കൊണ്ട് പല വാദങ്ങൾ, ഖൽഖുൽ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നുള്ള വാദം, അഥവാ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വ്യക്തമായി വന്ന കാര്യങ്ങളെ വിട്ടുകൊണ്ട് അവരവരുടെ ബുദ്ധിക്ക് തോന്നിയ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ എതിർത്തുകൊണ്ട് വന്ന ജഹ്മു ബിൻ സഫ്വാനിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അയാളിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്ന ജഹ്മിയ പോലെ, മുഅ്തസില വാസിൽ ഇബ്നു അത്വാ എന്ന വ്യക്തിയിലേക്ക് ചേർത്തിക്കൊണ്ട് വന്ന മുഅ്തസില പോലെ, വാസിൽ ഇബ്നു അത്വാ അത് അള്ളാഹുവിന്റെ നാമങ്ങളെ നിഷേധിച്ച് ജഹ്മിയത്തിന്റെ വാദങ്ങളെല്ലാം പിന്നീട് വന്ന് പിന്നെ വേറെ ചില പിഴച്ച വിശ്വാസങ്ങൾ മുഅ്തസിലയാക്കൾക്കുണ്ട്. പിന്നെ അൽ മൻസിലത്തു ബൈനൽ മൻസിലത്തൈൻ എന്ന് പറയുന്ന, അതുപോലെ ധാരാളം വൻപാപം ചെയ്ത ഒരാൾ അയാൾ കാഫിറാണോ മുസ്ലിമാണോ എന്നുള്ള ചർച്ച. അത് അവർ പറയുന്നത് ദുനിയാവിൽ അവർ മുസ്ലിമിനെ പോലെയാണ്, എന്നാൽ പരലോകത്ത് കാഫിറിന്റെ വിധിയാണ്. അൽ മൻസിലത്തു ബൈനൽ മൻസിലത്തൈൻ എന്ന് പറയും. മുഅ്തസിലയുടെ പ്രധാനപ്പെട്ട അഖീദയുടെ ഒരു പിഴവാണ്. അങ്ങനെയുള്ള ആ വാസിൽ ഇബ്നു അത്വാഇനെ പിൻപറ്റിക്കൊണ്ട് ഇറങ്ങിയ പല വാദങ്ങൾ. അബൂ ഹസൻ അൽ അശ്അരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ട അശാഇറ വിശ്വാസം, പിന്നെ അദ്ദേഹം അതിൽ നിന്ന് പിന്നീട് പിൻവാങ്ങി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ അശ്അരികൾ അവർ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാരാളം അഹ്ലുസുന്നയുടെ ആളുകൾ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇൽമുൽ കലാമിന്റെ ധാരാളം അതിപ്രസരമുണ്ടായപ്പോൾ, അഥവാ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് പ്രാധാന്യം കൊടുത്ത് വിശ്വാസ കാര്യങ്ങളും ദീനിന്റെ അടിസ്ഥാനങ്ങളും മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിൽ ഇൽമുൽ കലാമും ഫൽസഫയും എല്ലാം വർദ്ധിച്ചു വന്നപ്പോൾ അഹ്ലുസുന്നയിൽ ഉണ്ടായിരുന്ന പല ആളുകളും അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി അവരുടേതായ രീതിയിൽ മറുപടി കൊടുക്കാൻ പോയി. അവരുടേതായ രീതിയിൽ മറുപടി കൊടുക്കാൻ. ഇപ്പൊ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ പല ആളുകളും നിരീശ്വരവാദികൾക്ക് മറുപടി കൊടുക്കാൻ സയൻസിനെ തന്നെ പിടിച്ച് മറുപടി കൊടുക്കുന്നത് കാണാം. അവരുടെ പോക്ക് വലിയ അപകടമാണ്. അവരുടെ ചില സംസാരങ്ങളിൽ വലിയ അപകടം വരുന്നുണ്ട്. ആ പോക്കും വലിയ അപകടത്തിലേക്കാണ് എത്തിക്കുക. അശ്ശരികൾ പോയ പോലെ ആയിരിക്കും. അതായത് ദീനിന്റെ അടിസ്ഥാനം പറഞ്ഞാൽ ഖുർആനും സുന്നത്താണ്. അതിൽ അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ആ നിരീശ്വരവാദികൾ സയൻസ് കൊണ്ടൊരു കാര്യം പറയുമ്പോൾ സയൻസ് കൊണ്ടൊരു കാര്യം ദീനത്തെ ഒരു കാര്യം തെളിയിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും മുസ്ലിങ്ങൾക്കില്ല. സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചില സൂചനകളായിട്ട് ഉപയോഗിക്കാമെന്നല്ലാതെ അതുകൊണ്ട് ദീനിൽ പറഞ്ഞൊരു കാര്യത്തെ സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. ദീനിന്റെ പ്രമാണം ഖുർആനും ഹദീസുമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് പറയേണ്ടത്. ഇവിടെ അശ്അരികൾ അവർ ഈ അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകളായിരുന്നു. അവർ ഇൽമു കലാമിന്റെ ആളുകളിലേക്ക് മറുപടി പറയാൻ വേണ്ടി പോയി. അവർക്ക് മറുപടി പറഞ്ഞ് അവരുടേതായ തത്വങ്ങളിൽ മറുപടി പറയാൻ തുടങ്ങി. അവസാനം അവരുടെ ബുദ്ധി കൊണ്ടും അതുപോലെ തന്നെ ഭാഷാപരമായ കാര്യങ്ങൾ കൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പുതിയൊരു വാദത്തിലേക്ക് അവരെത്തി. അശ്ശരികളുടെ പ്രധാനപ്പെട്ട 3 അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നഖലിനേക്കാൾ അഖലിന് പ്രാധാന്യം കൊടുക്കും. അഥവാ ഉദ്ധരണികളെക്കാൾ ഉദ്ധരിച്ചു വന്നിട്ടുള്ള പ്രമാണത്തിനേക്കാൾ അഖലിന് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കും. 2 മുതവാത്തിറായ ഹദീസുകൾ മാത്രമേ അഖീദക്ക് സ്വീകരിക്കാൻ പാടുകയുള്ളൂ എന്നുള്ള വാദം. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ ഓരോ തൊബക്കയിൽ ഒരു ഹദീസിന്റെ സനദ് ഉണ്ടാകും. അതിൽ ഓരോ തൊബക്കയിലും ഒരുപാട് ആളുകൾ, വിശ്വസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടുള്ള അങ്ങനെയുള്ള ഹദീസുകൾ മാത്രമേ അഖീദക്ക് സ്വീകരിക്കാൻ പാടുകയുള്ളൂ എന്ന് വാദം. 3-മത്തേത് അള്ളാഹുവിന്റെ നാമങ്ങളാവട്ടെ വിശേഷണങ്ങളാവട്ടെ അത് തഅ്വീൽ ചെയ്യണം, അത് വ്യാഖ്യാനിക്കണം എന്നുള്ള വാദം. ഈ 3 അശ്ശരികളുടെ അടിസ്ഥാനവാദങ്ങൾ അഹ്ലുസുന്ന എന്ന് പഴച്ചു പോയിട്ടുള്ളത്. ധാരാളം മേഖലയിൽ അവർ അഹ്ലുസുന്നയോട് യോജിച്ചു നിൽക്കുന്നവരാണ്. എന്നാൽ വിശ്വാസപരമായിട്ടുള്ള ഈ വാദങ്ങൾ, പക്ഷേ ഇതിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമാണങ്ങളെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പല കാര്യങ്ങളെയും അവർ മനസ്സിലാക്കുന്നിടത്ത് എത്തിയിട്ടുള്ളത്. ധാരാളം സമൂഹങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിൽ അശ്ശരി അഖീദ പിൻപറ്റുന്നുണ്ട്. അവർ അഭിമാനത്തോടു കൂടിയാണ് അത് പറയുന്നത്. അവർ അഭിമാനത്തോടു കൂടി അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും, അതുപോലെ അശ്ശരിയാക്കൽ അള്ളാഹുവിന്റെ 7 വിശേഷങ്ങളെ അംഗീകരിക്കുകയുള്ളൂ. അവർക്ക് ബുദ്ധിച്ച് യോജിക്കുന്ന അള്ളാഹുവിന്റെ ഹയാത്ത്, ഖുദ്റത്ത്, സമഅ്, ബസർ അങ്ങനെ തുടങ്ങിയ 7 വിശേഷണങ്ങൾ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. അവർ അശ്ശരിയത്താണ് ശരി എന്ന് പറയും. ഈ സലഫുകളുടെ അഖീദ അത് പിഴച്ചതാണെന്ന് പറയും. വലിയ അപകടമാണ്. ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്ക് ഈ അഖീദയെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് തന്നെ ഈ അഖീദയുള്ള ആളുകളുടെ ഒപ്പം പോകുന്നത് കാണാൻ സാധിക്കും.
ഇപ്പൊ നമ്മുടെ നാട്ടിലെ ധാരാളം ആളുകൾ തബ്ലീഗ് ജമാഅത്തിനെ പോലെയുള്ള ആളുകൾ അവർ അശ്ശരി അഖീദ അവർ പറയുന്ന ആളുകൾ, അതിൽ എത്രയോ നേതാക്കന്മാരോട് സാധാരണക്കാർക്ക് അറിയില്ല, അവർ എത്രയോ അവരുടെ നേതാക്കന്മാരോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾ അശ്ശരി അഖീദ പറയുന്നവരാണ്, അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരാണ്, അങ്ങനെ പറയുന്നവരാണ്. പക്ഷെ അത്രയും ചില സലഫുകൾ ഉലമാക്കൾ പറഞ്ഞു കാണാം, ആരെങ്കിലും അശ്ശരി അഖീദയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ ഇൽഹാദിന്റെ മാർഗത്തിലേക്കാണ്. കാരണം ഇതുപോലെയുള്ള ആളുകൾ അവർ അഖീദ പഠിപ്പിക്കൂല. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ തബ്ലീഗ് ജമാഅത്താവട്ടെ അല്ലെങ്കിൽ ഇഖ്വാനുൽ മുസ്ലിമീനിലെ ബഹുഭൂരിഭാഗം ആളുകൾ അങ്ങനത്തെ പഴച്ച വിഭാഗങ്ങളാവട്ടെ, അങ്ങനെ ധാരാളം ആളുകൾ അശ്ശരിയത്ത് പഠിപ്പിക്കുന്നവരാണ്. അപ്പോ അവരൊന്നും അഖീദ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ സാധാരണക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കൂല. അവർക്ക് ആർക്കെങ്കിലും തൗഹീദ് എന്താണ്, അല്ലെങ്കിൽ തൗഹീദിന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവണമെങ്കിൽ നിബന്ധനകൾ എന്താണ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പുറത്തു പോയത് എന്താണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, വിശേഷം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അവർ ഒരാളൊന്നും ആവശ്യമില്ല. അവർക്ക് എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ ഇലാഹ ഇല്ല, അത് മാത്രം മതി, വേറൊന്നും വേണ്ട, അത് വിശ്വസിച്ചാൽ മതി, വേറൊന്നും വേണ്ട എന്നുള്ള വർത്താനത്തിൽ ആളുകളെ പിടിച്ചു നിർത്തും. മറ്റേതൊക്കെ തർക്കമാണ്, മറ്റേതൊക്കെ ശരിയല്ല എന്നുള്ളതാണ്. എങ്ങനെ തർക്കിക്കാതെ ദീന് പറയാൻ പറ്റുക? ബാത്തിലായ ഒരു കാര്യം അവിടെ പറയുമ്പോൾ അതിനെതിരെ പറയാതെ എങ്ങനെയാണ് ദീന് പറയാൻ പറ്റുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, ഒരു ഇലാഹുമില്ല അള്ളാഹു അല്ലാതെ, ഒരു കാര്യം എതിർക്കാതെ എങ്ങനെയാണ് ഹക്ക് സ്ഥാപിക്കാൻ പറ്റുക? അപ്പൊ ഈ ഖുർആൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു തആല മുശ്രിക്കീങ്ങളുടെയും അതുപോലെ തന്നെ മുനാഫിഖീങ്ങളുടെയും എല്ലാം, മുനാഫിഖീങ്ങൾ എത്ര അല്ലാഹു തആല റദ്ദ് ചെയ്തിട്ടുണ്ട്, മുശ്രിക്കീങ്ങൾക്ക് എത്ര റദ്ദ് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ജൂതന്മാർക്ക് റദ്ദ് ചെയ്തുകൊണ്ട് എത്ര മറുപടി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഒരാളെ എതിർക്കാൻ പാടില്ല, റദ്ദ് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഖുർആനിൽ റദ്ദ് ചെയ്യുന്ന ആയത്തുകളൊക്കെ എന്താ ചെയ്യുക? അപ്പോൾ ഹക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ, ഹക്ക് പറയണമെങ്കിൽ ബാത്തിലിനെ എതിർക്കേണ്ടി വരും. നഫി ഇല്ലാതെ ഇസ്ബാത്ത് ഉണ്ടാവുകയില്ല, നിരാകരിക്കാതെ സ്ഥിരീകരിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ അശ്ശരിയത്ത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള പഴച്ച വിശ്വാസമാണ്. അബൂ ഹസൻ അശ്ശരിയാണ് അതിന്റെ സ്ഥാപകൻ, അല്ലെങ്കിൽ അതിലേക്കാണ് ചേർത്തി പറയാറ്. പക്ഷെ അദ്ദേഹം പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഉലമാക്കൾ അൽ ഇബാന എന്നുള്ള കിതാബിൽ എല്ലാം അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിയുന്നു. ഇമാം അഹ്മദ് പഠിപ്പിച്ചിട്ടുള്ള അഹ്ലുസുന്നയുടെ മൻഹജിലേക്ക് ഞാൻ മടങ്ങുന്നു എന്ന് പറഞ്ഞതായി കാണാം. അല്ലാഹു ആലം. വസൂഫിയ, തസവുഫിന്റെ മാർഗം, തസവുഫിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ആരംഭം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹസൻ ബസ്രി റഹിമഹുള്ളയുടെ ശിഷ്യന്മാർ, അതിൽ നിന്ന് പിഴച്ചുപോയ ആളുകളിൽ നിന്നാണ് ഈ ഒരു കാര്യം വ്യാപകമായിട്ടുണ്ടായത്. തസവുഫ് എന്നുള്ളത് പദം അഹ്ലുസുഫ എന്നുള്ള വാക്കിൽ നിന്നും, അല്ലെങ്കിൽ സൂഫ് പരുത്ത വസ്ത്രം ധരിക്കുന്നവർ എന്നുള്ള വാക്കിൽ നിന്നെല്ലാം വന്നതാണെന്ന് കാണാം. അഥവാ ധാരാളം ജാഹിദീങ്ങളായി ജീവിക്കുന്ന, അള്ളാഹുലേക്ക് ആവശ്യക്കാരായി ജീവിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആ തരത്തിലാണ് ആ വാക്ക് വന്നിട്ടുള്ളത്. ഹസൻ ബസ്രി റഹിമഹുല്ല അദ്ദേഹം വലിയ ആലിമും, സ്വന്തമായി മദ്ഹബ് അദ്ദേഹം ബസ്രയിൽ ഇന്നും കേട്ടിട്ടുണ്ട്, ചില ഉലമാക്കളുടെ സംസാരങ്ങളിൽ കേട്ടിട്ടുണ്ട്. ബഗ്ദാദിലോ മറ്റോ ഹസൻ ബസ്രിയുടെ മദ്ഹബിന്റെ കിതാബുകൾ ഇന്നും പ്രിന്റ് ചെയ്ത് ഇറങ്ങുന്നുണ്ട് എന്ന നിലക്ക്. അല്ലാഹു അലം നിലനിൽക്കുന്നുണ്ടോ അറിയില്ല, പക്ഷെ അദ്ദേഹത്തിന് മദ്ഹബ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം ജാഹിദുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ആളുകൾ ഈ ജാഹിദീങ്ങളായിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് പോരാ, അത് കുറച്ചുകൂടി കൂടുതൽ വേണം എന്ന നിലക്ക് തെറ്റിപ്പോയി പിഴച്ച പല കാര്യങ്ങളും ഈ സുഹദിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കി സൂഫിയത്ത് എന്നുള്ള രീതിയിൽ. അതാണ് തുടക്കം. പിന്നീട് അത് വളരെയധികം വിപുലമായിട്ട് ഇബ്നു അറബിയെ പോലെയുള്ളവർ പിഴച്ച കുഫ്രൻ വാദങ്ങൾ പറഞ്ഞ് വളരെ വഴികേടിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് പിന്നീട് എത്തിയിട്ടുണ്ട്. അവരുടെ അഖീദയിലാവട്ടെ, വഹ്ദത്തുൽ വജൂദ്, എല്ലാം അള്ളാഹുവാണ്, അള്ളാഹു എല്ലായിടത്തും ഉണ്ട്, അങ്ങനെ പല വാദങ്ങളായിട്ട് കുഫ്രൻ വാദങ്ങളുമായിട്ട് അവർ പോയിട്ടുണ്ട്. വഗൈരിഹിം, അതുപോലെ മറ്റു പല പിഴച്ച ആളുകൾ, കുല്ലാബിയാക്കളുണ്ട്, കറാമിയാക്കളുണ്ട്, മാതുരിദികളുണ്ട്, അതുപോലെ ധാരാളം പിഴച്ച വിഭാഗങ്ങൾ വേറെയുമുണ്ട്. ഈ ഒരു കൂട്ടർ ഇങ്ങനെ വന്നിട്ടുള്ളത്, അഥവാ ഇതിനൊക്കെ ഒരു സ്ഥാപകമായിട്ടുള്ള ആളുണ്ടാവും, പിന്നീട് ഇങ്ങനെ വന്നിട്ടുള്ള എന്താണ്, അതിന്റെ ആളുകളെ പിൻപറ്റിക്കൊണ്ടാണ്. ഞങ്ങൾക്കിത് മതി എന്ന് ഇയാൾ പറയുന്നതാണ് ഞങ്ങൾക്ക് അന്ധമായി, ഞങ്ങൾ തെളിവൊന്നും നോക്കില്ല, ഇയാൾ പറഞ്ഞാണ് ശരി എന്ന് നമ്മുടെ നാട്ടിൽ പല ആളുകളെയും അന്ധമായി പിൻപറ്റുന്ന ആളുകളുണ്ട്. അവർ ശരിയായ അഖീദയിൽ നിന്ന് ഈ നിലക്ക് വഴികേടിലാവുകയും പിഴച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അത് മറ്റൊരു കാരണമാണ്. ഒന്ന് ജഹ്ല് പറഞ്ഞു, രണ്ട് പൂർവ്വപിതാക്കന്മാരുടെ മാർഗമാണ് ശരി എന്ന നിലക്ക് തഅസ്സുബ് പറഞ്ഞു, മൂന്ന് തഖ്ലീദുൽ അഅമ പറഞ്ഞു. നാലാമത്തെ ഒരു കാര്യം അൽ ഖുലൂഉ ഫിൽ ഔലിയാഇ വസ്സാലിഹീൻ, ആളുകൾ ശരിയായ അഖീദയിൽ നിന്ന് പിഴച്ചു പോകാനുള്ള നാലാമത്തെ ഒരു കാരണം മുഅല്ലിഫ് ഹഫിളഹുല്ലാ പറയുന്നത് സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഔലിയാക്കളുടെ വിഷയത്തിൽ, ഇനി റസൂലുകളുടെ വിഷയത്തിലാവട്ടെ ഖുലൂവ് സംഭവിക്കുക. ഖുലൂവ് എന്ന് പറഞ്ഞാൽ ഒരു പരിധി ലംഘിക്കുക. ഓരോന്നിനൊരു പരിധിയുണ്ട്.
ആ പരിധി ലംഘിക്കുക. വറഫഅഹും ഫൗഖ മൻസിലതിഹിം, അവരുടെ സ്ഥലം എന്താണോ, അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം എന്താണോ അതിനേക്കാൾ അതിന്റെ മുകളിൽ അവരെ ഉയർത്തി വെക്കുക. അവർക്കുള്ള സ്ഥാനം എന്താണോ അല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട സ്ഥാനം എന്താണോ അതിന്റെ മേലേക്ക് ഉയർത്തുക. ബിഹൈസു യുഅതഖദു ഫീഹിം മാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയാത്ത കാര്യങ്ങൾ അവർക്ക് സാധിക്കും എന്നുള്ള നിലക്ക് വിശ്വസിക്കുന്ന അവസ്ഥ. അതായത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളുണ്ട്, അള്ളാഹു തആല സൃഷ്ടികൾക്ക് നൽകാത്ത അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് അവരുടെ കാര്യങ്ങളിൽ ഉൾപ്പെടാത്ത അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾക്ക് ഒന്ന് ചുരുക്കി പറഞ്ഞ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, അസ്ബാബുകൾക്കപ്പുറത്ത്, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് ഉപകാരം വരുത്താനോ ഉപദ്രവം തടയാനോ ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരാൾ നമ്മളെ ഉപദ്രവിക്കാൻ വരികയാണ്, അപ്പൊ നമ്മൾ സുഹൃത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സുഹൃത്തിനെ ചിലപ്പോൾ തടഞ്ഞു വെക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറെ വസ്തുക്കൾ കൊണ്ട് എന്തെങ്കിലും തടയാൻ പറ്റും. പക്ഷേ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ഉപകാരം വരുത്താനോ ഉപദ്രവം തടയാനോ ആർക്കേ സാധിക്കുകയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുപോലും ചില ആളുകൾക്ക് സാധിക്കുമെന്ന നിലക്ക് ഔലിയാക്കളെയും സാലിഹീങ്ങളെയും പരിധി ലംഘിച്ച് സ്ഥാനത്തെത്തിക്കുന്ന റസൂലുകളെയും മിൻജൽ ബിൻ നഫഇ വദഫഇ അദ്ദുർ, ഏതുപോലെ ഉപകാരം ഉണ്ടാകാനും ഉപദ്രവം തടയാനും, വത്തിഖാദുഹും വസാഇഖ ബൈനല്ലാഹി വബൈന ഖൽഖിഹി, അങ്ങനെ ഈ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും അള്ളാഹുവിന്റെയും സൃഷ്ടികളെയും ഇടയിലുള്ള ഇടനിലക്കാരായി സ്വീകരിക്കും. ഫി ഖളാഇൽ ഹവായിജ് വ ഇജാബത്തി ദുആ, ഏതുപോലെ അവന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ ദുആഇന് ഉത്തരം ചെയ്യുമെന്ന നിലക്ക്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ധാരാളം ആളുകൾ ഇപ്പൊ നമ്മുടെയൊക്കെ കുടുംബത്തിലും അയൽപക്കത്തും ഒക്കെ കാണാൻ സാധിക്കും, ഖബറുകളിലും ജാറങ്ങളിലും പോയിക്കൊണ്ട് അവിടെ കിടക്കുന്ന ആ മരണപ്പെട്ടു പോയ ആളുടെ അടുക്കൽ പോയി അവരുടെ വിഷമങ്ങൾ പറയുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന, അവരോട് സഹായം ചോദിക്കുന്ന, ഇങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകൾ, സുജൂദ് ചെയ്യുന്ന, ദുആ നടത്തുന്ന ആളുകൾ, ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റും കാണാൻ സാധിക്കും. അറിവില്ലാത്തത് കൊണ്ടാണ്. അവർക്ക് അവർ എന്തെങ്കിലും പറഞ്ഞാൽ പറയും അവർ ഔലിയാക്കളല്ലേ, സ്വാലിഹീങ്ങളല്ലേ, അള്ളാഹുലേക്ക് ഇടനിലക്കാരല്ലേ എന്ന നിലക്കാണ് അവർ പറയുക. അവർ ധരിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ശരിയായ അഖീദ പഠിക്കാതെ അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവർ എനിക്ക് ഉപകാരം ചെയ്യും, എന്റെ ഉപദ്രവം കേൾക്കും, ഞാൻ പറയുന്നത് കേൾക്കും എന്ന നിലക്കാണ്. അത്രയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ദീന് പഠിക്കുന്നതിൽ നിന്ന് ആളുകൾ അത്രയും അകലെയാണ്. അങ്ങനെ ഇടനിലക്കാരാണ് നിലക്കൊക്കെ വിട്ടുപോയിട്ട് അവസാനം അള്ളാഹുവിന് പുറമെ അവരെ ആരാധിക്കുന്ന പൂർണ്ണമായ ആരാധന അവരിലേക്ക് വെച്ചു കൊടുക്കുന്ന അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ ഒരു മുൻ സമൂഹങ്ങളിൽ ധാരാളം കുഫറിന്റെ വക്താക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന് പുറമെ ഇന്നൊരാളിനെ റബ്ബിന്റെ സ്ഥാനത്ത് ഒരാളും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അതുപോലും പറയുന്ന അവസ്ഥയുണ്ട്. റബ്ബ് എന്നുള്ള വിശേഷണം ഉൾക്കൊള്ളുന്ന അവസ്ഥയിൽ പോലും പല ഔലിയാക്കളെയും കൊണ്ടുപോയി വെക്കുന്ന അവസ്ഥ. അവരുടെ ജാറങ്ങളിലേക്ക് ഇവർ സാമീപ്യം തേടും. എന്തുണ്ടായാലും അവരുടെ ജാറങ്ങളിലേക്ക് പോകുന്ന, അറവ് നടത്തിയും നേർച്ച നേർന്നു. അതായത് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന് മടവൂരിലേക്കോ അല്ലെങ്കിൽ ഉള്ളാളിലേക്കോ അങ്ങനെ മമ്പുറം തങ്ങളിലേക്കോ ഞാൻ ഇന്ന അറിവ് നടത്താം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാം എന്നുള്ള നേർച്ചയും അറിവുമെല്ലാം. അവരോട് ദുആ നടത്തുന്ന, അവരോട് സഹായം തേടുന്ന, വത്വലബിൽ മദദ്, രക്ഷ തേടുന്ന, സഹായം ചോദിക്കുന്ന. കമാ ഹസല മിൻ ഖൗമി നൂഹിൻ ഫി ഹഖ് സ്വാലിഹീൻ, ഏതുപോലെ സ്വാലിഹീങ്ങളുടെ ആ അവകാശത്തിൽ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിലേക്ക് ആളുകൾ പേച്ചതുപോലെ. അതായത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂട്ടർ ഹീന ഖാലു, അവർ പറഞ്ഞൊരു വാക്കുണ്ട് സൂറത്ത് നൂഹിലെ 23-ാമത്തെ ആയത്തിൽ, ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ, നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ കൈവിടരുത്. അതായത് നൂഹ് നബി അലൈഹി ഇസ്ലാം തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ ആ സാധാരണക്കാരായ ആളുകൾ കേൾക്കുമ്പോ അവരിലെ പുരോഹിതന്മാരും നേതാക്കന്മാരുമായിട്ടുള്ള ആളുകൾ ഈ സാധാരണക്കാരോട് പറയാണ്, നിങ്ങൾ ഇലാഹുകൾ നിങ്ങൾ കൈവിടരുത്, വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും യഊഖിനെയും നസ്റിനെയും നിങ്ങൾ കൈവിടരുത്. അന്നുണ്ടായിരുന്ന ഇലാഹുകളാണ്. വകമാ ഹുവ ഹൽഹാസിലു മിൻ ഉബ്ബാദിൽ ഖുബൂരിലും ഫി കസീരി മിനൽ അംസാർ, ധാരാളം നാടുകളിൽ ഖബറുകളെ ആരാധിക്കുന്ന ആളുകൾ ഇന്നുള്ളതുപോലെ. അതായത് നമ്മൾ ചരിത്രം കേട്ടതാണ്, പക്ഷെ അത് ആവർത്തിച്ച് നമ്മൾ പറയേണ്ടതും ജനങ്ങളെ കേൾപ്പിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്ന റിവായത്തിൽ സ്വഹീഹ് ബുഖാരിയിലെല്ലാം കൊടുത്തിട്ടുള്ള സംഭവം, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, ആദം നബി അലൈഹി ഇസ്ലാം ആദ്യത്തെ നബിയാണ്, നൂഹ് നബി അലൈഹി ഇസ്ലാം ആദ്യത്തെ റസൂലാണ്. അതിനിടയിലുണ്ടായിരുന്ന 10-13 തലമുറ, 10 തലമുറകളോളം ശിർക്ക് സംഭവിച്ചിട്ടില്ല. ചരിത്രത്തിൽ കാണാം, അവരിൽ മദ്യപാനം ഉണ്ടായിട്ടുണ്ട്, സംഗീതാസ്വാദനം ഉണ്ടായിട്ടുണ്ട്, വ്യഭിചാരം ഉണ്ടായിട്ടുണ്ട്, കൊലപാതകം ഉണ്ടായിട്ടുണ്ട്, പല പാപങ്ങളും തിന്മകളും അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ ശിർക്ക് ചെയ്തിട്ടില്ല.
അള്ളാഹു അല്ലാത്ത ഒരാളോട് അവർ വിളിച്ചു തേടിയിട്ടില്ല, സഹായം ചോദിച്ചിട്ടില്ല, സുജൂദ് ചെയ്തിട്ടില്ല. അവരുടെ ഇടയിൽ ആദ്യം നബിമാർ, ആദം നബി അലൈഹി ഇസ്ലാമിന് ശേഷം ഷീഫ് നബി, അതുപോലെ ഇദ്രീസ് നബി, അവരൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ളത് സ്വാലിഹീങ്ങളായിട്ടുള്ള ഉലമാക്കളായിട്ടുള്ള ഈ ആളുകളായിരുന്നു. വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ. ഇവർ ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു, ആളുകൾ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം, അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ കൂട്ടർ മരണപ്പെട്ടപ്പോൾ, 10 തലമുറകൾക്ക് ശേഷം ഈ കൂട്ടർ മരണപ്പെട്ടപ്പോൾ അടുത്ത തലമുറയിൽ പിശാച് ചെന്ന് അവരോട് പറഞ്ഞു, അവരുടെ ഖബറുകളെല്ലാം കാണാതായി പോകുന്നുണ്ട്, അതുകൊണ്ട് ഒരു അടയാളമായിട്ട് എന്തെങ്കിലും വെക്കണം, ഒരു മരക്കഷ്ണം നാട്ടി വെക്കുകയോ കല്ല് വെക്കുകയോ ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമൂഹം എന്ത് ചെയ്തു? അവരെ ഖബറിന് അടയാളമായി കൊണ്ട് മരക്കഷ്ണമോ കല്ലോ അതുപോലുള്ള കാര്യങ്ങൾ വെച്ചു. ആ തലമുറ കഴിഞ്ഞു, അവർ ശിർക്ക് ചെയ്തില്ല, അവർക്ക് ഇൽമുണ്ടായിരുന്നു, അഥവാ ശരിയായ അഖീദ എന്താണെന്ന് ബോധം ഉണ്ടായിരുന്നു. അവർ ഖബർ കാണാതായി പോകേണ്ട വെച്ചിട്ട് ചെയ്തതാ. പിന്നെ അടുത്ത തലമുറ വന്നു. അടുത്ത തലമുറ വന്നപ്പോൾ പിശാച് വീണ്ടും അടുത്ത വസ്വാസ് ഇട്ടു. പിശാച് അങ്ങനെയാണ്, പിശാച് ഒറ്റയടിക്ക് നമ്മളെ കൊണ്ട് ഒരു വലിയ പാപത്തിലോ അല്ലെങ്കിൽ പോയി ചാടിക്കില്ല. പിശാച് ലക്ഷ്യം നമ്മളെ ശിർക്കിലെത്തിക്കാനാണ്. പക്ഷേ ആദ്യം തന്നെ പോയിട്ട് ഏതെങ്കിലും ശിർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാവില്ല നമ്മളെ തെറ്റിക്കുക. ആദ്യം ഓരോ കാര്യങ്ങളിലൂടെ, ഓരോ സ്റ്റെപ്പുകളിലൂടെ ഓരോന്നായിട്ട് എത്തിച്ച് അവസാനം ശിർക്കിലേക്ക് എത്തിക്കണം. അത് ശരിക്കും മനസ്സിലാക്കണം ഏതിലാണ് പിശാച് നമ്മളെ തെറ്റിക്കുക. പക്ഷേ രണ്ടാമത്തെ തലമുറ വന്നപ്പോൾ ഒരു തലമുറയാണ് പിശാച് കാത്തിക്കുന്നത്. ഇബ്ലീസ് അടുത്ത തലമുറ വന്നപ്പോൾ അവരോട് പറഞ്ഞു, അത് ആ അടയാളം വെച്ച മരം ചെതല് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ നീ പോകുന്ന അവസ്ഥയുണ്ട്, അവരൊരു രൂപം ഉണ്ടാക്കി വെക്കുക, ചിത്രം വരച്ചു വെക്കുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കൂട്ടർ അത് അങ്ങനെ ഉണ്ടാക്കി വെച്ചു. അവരും അവിടെ പോയി ആരാധിച്ചില്ല. അവരിയ്ക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ഖബറിന്റെ അടുക്കലൊക്കെ അവരുടെ രൂപം ഉണ്ടാക്കി വെക്കലോ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. ആ തലമുറയും പോയി. അടുത്ത തലമുറ വന്നു. അവര് പറഞ്ഞു, ആ തലമുറ വന്നപ്പോൾ ഇബ്ലീസ് ശൈത്താൻ അവരോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾ കുറെ പാപം ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾ എത്ര പാപങ്ങളാണ് ചെയ്യുന്നത്, അള്ളാഹു തആല വിരോധിച്ച ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല. ഇത്രയും പാപിയായ നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കോ? അല്ലെങ്കിൽ നിങ്ങൾക്കിടെ ഇസ്തിഗ്ഫാർ അള്ളാഹു സ്വീകരിക്കോ? നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു സ്വീകരിക്കുവോ? നിങ്ങൾ എന്താ ഇങ്ങനെ നടക്കുന്നത്? നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാ, ആ സ്വാലിഹീങ്ങൾ, അവരുടെ ഖബർ, അവരുടെ വിഗ്രഹം അതാ അവിടെ പോയി അവരെ ഇടനിലക്കാരായി വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഇവര് മുഖേന നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുകയും ഇസ്തിഗ്ഫാർ തേടുകയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ സമൂഹം, മനുഷ്യ സമൂഹത്തിൽ ആദ്യത്തെ ശിർക്ക് സംഭവിക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യ സമൂഹത്തിൽ ആദ്യത്തെ ശിർക്ക് സംഭവിക്കുന്നത് അങ്ങനെയാണ്. സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞിട്ടാണ്. അങ്ങനെ അവർ പോയി, അവർ അള്ളാഹു അല്ലാത്ത മറ്റുള്ള സൃഷ്ടികളോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവർ സഹായം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ അള്ളാഹു തആല ആദ്യത്തെ റസൂലിനെ അയച്ചു. ആദ്യമായി ശിർക്ക് സംഭവിച്ചപ്പോഴാണ് ആദ്യത്തെ റസൂലിനെ അയച്ചത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. അവിടുന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം ദഅവത്ത് നടത്തി. കുറഞ്ഞ ആളുകൾ സ്വീകരിച്ചു, ബാക്കിയുള്ളവരെ എതിരായി നിന്നു. അവർ ഇലാഹുകളെ വിടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹു തആല വലിയൊരു തുഫാൻ, വെള്ളപ്പൊക്കം ഉണ്ടാക്കി ഈ ലോകത്തെ തന്നെ ശുദ്ധീകരിക്കുന്ന അവസ്ഥയിൽ ആക്കുകയും പിന്നീട് മുഅ്മിനീങ്ങൾ മാത്രം ബാക്കിയാവുകയും ചെയ്തു. ആ വിഗ്രഹങ്ങളെല്ലാം ആ വെള്ളപ്പൊക്കത്തിൽ മറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് ശിർക്ക് വന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ആകാശത്തെ നക്ഷത്രങ്ങൾക്ക് ഭൂമിയിൽ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ അതിന്റെ ഇടയിലെല്ലാം ആകാശത്ത് ഓരോ നക്ഷത്രങ്ങൾക്ക് ഭൂമിയിൽ ഇന്ന സ്വാധീനമുണ്ട്, അത് ഇന്ന നക്ഷത്രം എന്റെ ഇലാഹാണ് എന്ന നിലക്ക് സ്വീകരിച്ചു കൊണ്ടുള്ള ആ വാദം പറഞ്ഞു, തൻജീമ് വാദം പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ഒരു തരത്തിൽ ശിർക്ക്. ഈ രണ്ട് രീതിയിലാണ് ശിർക്ക് തുടങ്ങിയിട്ടുള്ളത്. ഒന്ന് അൽ ഖുലൂ ഫി സ്വാലിഹീൻ, ഒന്ന് ഈ തൻജീം പോലെ, അതുപോലെ ജ്യോതിശാസ്ത്രം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലാണ്. ഈ രണ്ട് രീതിയിലാണ് ശിർക്ക് വന്നത്. ഈ വിഗ്രഹങ്ങൾ പിന്നീട് ജസീറത്തുൽ അറബിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് ഇതേ വിഗ്രഹങ്ങൾ കുഴിച്ചെടുത്തിട്ടാണ് ലാത്തയും ഉസ്സയും മനാത്തയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ജസീറത്തുൽ അറബിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വന്നത് എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞതും രേഖപ്പെടുത്തിയതും കാണാം. അല്ലാഹു അഅലം. ഇതിന്റെ ചുരുക്കം, ഈ ശിർക്കിന്റെ ആരംഭം അൽ ഖുലൂ ഫി സ്വാലിഹീൻ, അത് അന്നും ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്ലീസ് ചെലുത്തുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പാപങ്ങൾ ചെയ്തു പോയാൽ ഇബ്ലീസ് നമ്മുടെ ഉള്ളിൽ ഇട്ടിരുന്ന ഒരു വസ്വാസാണ്, നിന്റെ ഇബാദത്ത്, നിന്റെ പ്രാർത്ഥന, നിന്റെ ഇസ്തിഗ്ഫാർ, നിന്റെ തൗബ അള്ളാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് നീ പിന്നെ നിരാശപ്പെടണമെന്ന് നിനക്ക് നിരാശയിലേക്ക് തള്ളിവിടുന്ന അവസ്ഥ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുഫിയാൻ ഇബ്നു ഉയൈനയോ സുഫിയാൻ സൗരിയോ റഹിമഹുള്ളയുടെ അതിൽ ഒരാളുടെ വാക്കാണ്, ഇബ്ലീസിന്റെ പ്രാർത്ഥന കേട്ടവനാണ് അല്ലാഹു തആല.
ഇബ്ലീസിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നീ പാപം ചെയ്തതുകൊണ്ട് നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ലജ്ജിക്കേണ്ട അവസ്ഥയില്ല. അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാൻ നീ മടി കാണിക്കേണ്ട അവസ്ഥയില്ല. ഇസ്തിഗ്ഫാർ ചെയ്യാൻ മടി കാണിക്കേണ്ട അവസ്ഥയില്ല. ഇന്ന് നമ്മുടെ ആളുകൾ, ധാരാളം ആളുകൾ ഈ ജാറത്തിലേക്ക് മറ്റൊക്കെ പോകുന്ന ആളുകളുടെ പൊതു വിശ്വാസം എന്താണെന്നറിയോ? ഞാനൊക്കെ കുറെ തെറ്റ് ചെയ്യുന്ന ആളാണ്, ഞാൻ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂല, ഈ ഔലിയാക്കൾ ഇല്ലെങ്കിൽ ഒന്നും രക്ഷപ്പെടൂല എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഉണ്ടാകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസം ശരിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അടുത്തൊരു കാരണം ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നത് അൽ ഗഫ്ലതു, അശ്രദ്ധയാണ്. അൽ ഗഫ്ലതു അൻ തദബ്ബുരി ആയാത്തില്ലാഹിൽ കൗനിയ്യ, അള്ളാഹുവിന്റെ ഭൗതികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനെ തൊട്ടുള്ള അശ്രദ്ധ. ഇത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അഥവാ നമ്മുടെ ഈമാൻ ശക്തിപ്പെടാൻ വളരെയധികം ഉപകരിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ഭൗതികമായിട്ടുള്ള സൃഷ്ടിപ്പുകളുടെ കാര്യങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കുക എന്നുള്ളത്. വായാത്തിൽ അഹിൽ ഖുർആനിയ, അതുപോലെ തന്നെ ഖുർആനിലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കുക. ഈ ഉറ്റാലോചിക്കാതെ അശ്രദ്ധമായി പോകുന്നത് ഒരാളുടെ അഖീദ പിഴച്ചു പോകാൻ കാരണമാകും. വലിം ബിഹാർ ബിമുഅത്തയാത്തിൽ ഹദാറത്തിൽ മാദിയ, ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ ആ വസ്തുക്കളിലായിക്കൊണ്ട് മുഴുകി പോവുക, അത് കണ്ട് കണ്ണഞ്ചി പോവുക. ഇൻബിഹാർ എന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് ആകെ അത്ഭുതപ്പെട്ടിട്ട് നിൽക്കുന്ന ഭൗതികമായിട്ടുള്ള വാഹനങ്ങൾ, കെട്ടിടങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ ഇത് കണ്ടിട്ട് അങ്ങനെ ഈ അത്ഭുതം കണ്ട ആളുകൾ വിചാരിച്ചു പോകും ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതാണല്ലോ, അങ്ങനെ ചിന്തിച്ചു പോകും. ഇതൊക്കെ മനുഷ്യന്റെ കഴിവുകൊണ്ട് ഉണ്ടായതാണല്ലോ എന്നുള്ള നിലക്കുള്ള ചിന്ത. ഫസാറു യഅ്ദിമൂനൽ ബശർ, അങ്ങനെ മനുഷ്യനെ പ്രശംസിച്ചുകൊണ്ടിരിക്കും. ഇന്ന കണ്ടുപിടുത്തം നടത്തി മനുഷ്യൻ, ഇത്ര വലിയ കെട്ടിടങ്ങൾ, ഇത്ര വലിയ വാഹനം, ഇത്ര വലിയ സംവിധാനങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചത് മനുഷ്യനെ പ്രകീർത്തിക്കും. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം മനുഷ്യനിലേക്ക് മാത്രം ചേർത്തിക്കൊണ്ട് പറയുന്ന അവസ്ഥയുണ്ടാവും. ഇത് മനുഷ്യന്റെ കഴിവുകൊണ്ടുണ്ടായതാണ്, മനുഷ്യൻ കണ്ടുപിടിച്ചാണ്, ഉണ്ടാക്കിയതാണ് എന്ന നിലക്ക്. കമാ ഖാല ഖാറൂൻ മിൻ ഖബ്ൽ, ഏതുപോലെ മുമ്പ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂട്ടത്തിലുണ്ടായ മൂസാ നബി അലൈഹിന്റെ കുടുംബക്കാരനായിരുന്ന ഖാറൂൻ പറഞ്ഞതുപോലെ ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, സൂറത്തുൽ ഖസസിലെ 78-ാമത്തെ ആയത്താണ്. ചരിത്രത്തിൽ കാണാം ഖാറൂൻ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിൽപ്പെട്ട കൗമിൽപ്പെട്ട ആളായിരുന്നു, മുസ്ലിമായിരുന്നു, പിൻപറ്റിയിരുന്ന ആളായിരുന്നു, പക്ഷെ ദരിദ്രനായിരുന്നു. അങ്ങനെ സമ്പത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് മൂസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു. ധാരാളം സമ്പത്ത് അള്ളാഹു കൊടുത്തു, വലിയ സമ്പത്ത് പറഞ്ഞ വലിയ സമ്പത്ത്. ആ സമ്പത്ത് അത്രയും കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും ഭൗതികമായ അതിൽ മുഴുകിക്കൊണ്ട് ശരിയായ അഖീദയിൽ നിന്ന് തെറ്റിപ്പോയി. പിന്നെ അവൻ പറഞ്ഞ വാക്ക് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ അറിവും കഴിവുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. അതായത് അള്ളാഹു അവന് ഔദാര്യമായി നൽകിയതാണ്, പക്ഷെ ഇത് എന്റെ കഴിവുകൊണ്ടാണ് കിട്ടിയത് എന്ന നിലക്ക് അവന് പറയാൻ തുടങ്ങി. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഭൗതികമായ വസ്തുക്കൾ കൂടുമ്പോൾ അല്ലെങ്കിൽ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ശൈത്താൻ ഇട്ടിരുന്ന ചിന്തയാണ് ഇതൊക്കെ എന്റെ കഴിവുകൊണ്ട് കിട്ടിയതാണല്ലോ, എന്റെ പ്രാവീണ്യം കൊണ്ട് കിട്ടിയതാണല്ലോ എന്നുള്ളത്. അത് ഖാറൂന്റെ വാക്കാണ്. ഒരു മുസ്ലിം പറയേണ്ടത്, മുഅ്മിൻ പറയേണ്ടത് ഇന്നാ ലില്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹു താൽക്കാലികമായിട്ട് എനിക്ക് നൽകിയതാണ്. കമാ യഖൂലുൽ ഇൻസാൻ, അതുപോലെ തന്നെ മനുഷ്യൻ പറഞ്ഞ സൂറത്ത് ഫുസ്സിലത്തിലെ 50-ാമത്തെ ആയത്തിൽ ഹാദാ ലീ, ഇതെന്റേതാണ്, എന്റെ അധികാരപ്പെട്ടതാണ്. ശരിക്ക് ഒരു അത്ഭുതമാണ് ഈ വാക്ക്. അല്ലെങ്കിൽ മനുഷ്യന് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അത്ഭുതമാണ്. കാരണം ആ മനുഷ്യന്, ഞാൻ പലപ്പോഴും ചില ഉദാഹരണമായിട്ട് കുട്ടികളോടൊക്കെ പറയാറുള്ള ഒരു കാര്യം പറഞ്ഞാൽ, കണ്ണിങ്ങനെ അടച്ചു തുറക്കുന്നത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ചോദിക്കും, കണ്ണിമ വെട്ടുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ചോദിക്കും. അതായത് ഇപ്പോൾ നമ്മളോട് പറയാണ്, വേറൊരാൾ പറയാണ്, അല്ലെങ്കിൽ ഞാൻ പറയാണ്, നിങ്ങളോടൊക്കെ പറയാണ്, ഇത്ര ഞാൻ പറയുന്നത് പോലെ നിങ്ങളെ കണ്ണിമ വെട്ടുന്നത് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ സാധിക്കുമോ? ഇല്ല, സാധിക്കൂല. ഐ ബ്ലിങ്ക് ചെയ്യുക, അത് 10 മിനിറ്റ് നേരത്തേക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സാധിക്കുമോ? ഇല്ല. അല്ലെങ്കിൽ 10 മിനിറ്റ് 20 മിനിറ്റ് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ 2 ദിവസം അങ്ങനെ തന്നെ ആയിരിക്കണം, പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ പോട്ടെ, ഒരു മലമൂത്ര വിസർജനം സാധിക്കുമോ? ഇല്ല. അപ്പൊ മനുഷ്യൻ അത്ര ദുർബലാണ്. പിന്നെ എങ്ങനെയാണ് എന്റേതാണെന്ന് പറയാൻ പറ്റുക? സമ്പത്താവട്ടെ, വസ്തുക്കളാവട്ടെ, സന്താനങ്ങളാവട്ടെ, ഒന്നും മോന അധികാരം ഇല്ല. ഇന്നമ, മറ്റൊരു വാക്ക് സൂറത്ത് ജുമറിലെ 49, ഇന്നമ ഊതീതു അലാ ഇൽമിൻ, എന്റെ കഴിവ്, എന്റെ ശക്തി, എന്റെ ഇത്, അതുകൊണ്ട് അങ്ങനെ പറയുന്ന ആ വാക്ക് അങ്ങനെ പറഞ്ഞു പോകും. വലം യതഫക്കറു വയൻദുറു ഫീ അളമതി മൻ ഔജദ ഹാദിഹിൽ കായിനാത്ത്, അവൻ ചിന്തിക്കുന്നില്ല
അവൻ ആലോചിക്കുന്നില്ല ഇതെല്ലാം സംവിധാനിച്ചവന്റെ മഹത്വം എത്രയാണ്. ഈ അത്ഭുതകരമായിട്ടുള്ള പ്രത്യേകതകൾ ഒരുക്കിയവനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അതിൽ ഏറ്റവും വലുത് എന്താ അറിയോ? ഈ മനുഷ്യനെ ഉണ്ടാക്കിയവൻ ആരാണ് ചിന്തിക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയും, ഈ മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങളോ ഉണ്ടാക്കിയോട്ടെ, ഇപ്പോ റോബോട്ടുകളോ AI അല്ലെങ്കിൽ അതിനപ്പുറത്ത് കെട്ടിടങ്ങളോ വാഹനങ്ങളോ ഒക്കെ ഉണ്ടായിക്കോട്ടെ, ഈ മനുഷ്യനുണ്ടാക്കിയതാരാ? അതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഈ വസ്തുക്കൾ, ഈ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നൽകിയ അള്ളാഹുവിനെ കുറിച്ച് അവർ ആലോചിക്കുന്നത്. അത് ഉപകാരത്തിന് ഉപകരിക്കാൻ. എന്നിട്ട് പറയാണ്, ചില ആയത്തുകൾ കൊടുക്കുകയാണ്. സ്വാലിഹ് ഫൗസാൻ ഹഫിദഹുല്ലാഹ് ചിന്തിക്കേണ്ട ആയത്തുകളാണ്. വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും സൃഷ്ടിച്ചത്. നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഖദറിലുള്ള വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല, പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതുപോലെ സൂറത്തുൽ അറാഫിലെ 185 ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അവലം യൻദുറൂ ഫീ മലകൂതിസ് സമാവാതി വൽ അർദ് വമാ ഖലഖല്ലാഹു മിൻ ഷൈ. നിങ്ങൾ നോക്കുന്നില്ലേ ആകാശഭൂമികളുടെ ഈ ആധിപത്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആ സൃഷ്ടിപ്പിലേക്ക്? ഒന്നുമില്ലായ്മയിൽ നിന്ന് അള്ളാഹു അതിനെ ഒരുക്കി എന്നുള്ളത്, സൃഷ്ടിച്ചു എന്നുള്ളത്. മറ്റൊരായത്ത് സൂറത്ത് ഇബ്രാഹിമിലെ, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഏറ്റവും ആലോചിക്കേണ്ട ആയത്തുകളാണ്. സൂറത്ത് ഇബ്രാഹിമിലെ ഇതിനു മുമ്പുള്ള ആയത്തുകളും ഉണ്ട്. തുടർച്ചയായിട്ട് അള്ളാഹു മനുഷ്യന് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല പറയുന്ന ഒരു വാക്കാണ്. സൂറത്ത് ഇബ്രാഹിമിലെ 32-34 ആയത്തുകൾ. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. അല്ലാഹു അവനാരാണ്? ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ്. വഅൻസല മിനസ് സമാഇ മാഅൻ. അങ്ങനെ ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കിയവനാണ്, മഴ വർഷിക്കുന്നവനാണ്. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. അങ്ങനെ നിങ്ങൾക്കതാ വ്യത്യസ്ത തരത്തിലുള്ള കായ്ക്കനികൾ ഈ ഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. വസഖറ ലക്കുമുൽ ഫുൽക ലിതജ്രിയ ഫിൽ ബഹരി ബിഅംരിഹി. അല്ലാഹു ഇതാ കപ്പലുകളെ നിങ്ങൾക്ക് അധികാരപ്പെടുത്തി തന്നിരിക്കുന്നു, ആ കടലിന് മുകളിലൂടെ പോകുന്ന നിലക്ക്. വസഖറ ലക്കുമുൽ അൻഹാർ. അതുപോലെ തന്നെ വ്യത്യസ്ത അരുവികളെ. വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ ദാഇബൈൻ. ചുറ്റി വരുന്ന രീതിയിൽ കൃത്യമായ ഒരു ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന അവസ്ഥയിൽ സൂര്യനെയും ചന്ദ്രനെയും ഒരുക്കി തന്നിരിക്കുന്നു. വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ. രാവും പകലും മാറി മാറി വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇതിനു മുമ്പും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹ്. നിങ്ങൾ അവനോട് ചോദിച്ചത് എന്തൊക്കെയാണോ അതെല്ലാം അവൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആയത്തിന്റെ തഫ്സീറിൽ കാണാം, ചോദിക്കാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാം അള്ളാഹു നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എങ്ങാനും നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി നോക്കിയാൽ, നിങ്ങൾ എണ്ണി നോക്കിയാൽ അത് എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോ മനുഷ്യൻ എന്ത് കണ്ടുപിടിച്ചാലും എന്തെല്ലാം തരത്തിലെത്തി പറഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെല്ലാം പിന്നിൽ സംവിധാനിച്ചിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അതിന്റെ മഹത്വത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും യഥാർത്ഥ വിശ്വാസം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആളുകൾ ഈ വിശ്വാസം പഠിക്കാനുള്ള പ്രേരണ ഇല്ലാതാകുന്നത് അവൻ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവതുകൊണ്ടാണ്. എല്ലാത്തിനും ശാസ്ത്രത്തിന്റെ പിന്നാലെയും എല്ലാ മനുഷ്യൻ കണ്ടുപിടിച്ചതിന്റെ പിന്നാലെയും അതിന്റെ പിന്നാലെ പോയിട്ടാണ് ഇതിനപ്പുറത്തുള്ള ഒന്നിനെ കുറിച്ച് ആലോചിക്കാത്തത്. അപ്പൊ ഈ ഗഫ്ലത്ത് ഒരാളെ ശരിയായ അഖീദയിൽ നിന്ന് തെറ്റിക്കുന്ന, വഴികേടിലാക്കുന്ന, അതിൽ ഏറ്റവും അപകടം നിരീശ്വരവാദത്തിലേക്കും ഇൽഹാദ് പോലെയുള്ള മറ്റു പിഴച്ച വാദങ്ങളിലേക്കും എത്തിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഫസ്ലിൽ കുറച്ചുകൂടി ഉണ്ട്, നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ഫസ്ലിൽ വെക്കാം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.